കരളിമ്പ പെറ്റുമ്മാന് വാങ്ങാനൊക്കൂല, ഏറെ സഹിക്കാനും എല്ലാം പൊറുക്കാനും. എൻ്റെ മക്കള് ഇതുവരെയും എന്നെ പൊന്നുപോലെ നോക്കിയത് രണ്ടാളും, നിഷാദായാലും പൈസയായാലും. പിന്നെ പെരുവയില് പാവപ്പെട്ടവർക്ക് വീണ്ടായി കൊടുത്തു. ഓ, മൂന്നാല കെട്ടോ അതെന്തെങ്കിലും അഥവാ പറഞ്ഞിട്ടുണ്ടേ പോലും അറിയും, ഉമ്മാനോടൊന്നും പറയണ്ട, അങ്ങനല്ല ഇങ്ങനല്ല എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ തന്നെ പോലെ ഭാര്യമാരും രണ്ടാളും. എന്ത് സാധനവും ആൾക്കാരിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ അത് പുറത്തേക്ക് ഇങ്ങനെ സാമ്പത്തികമായി നിങ്ങളെ കുട്ടി കഷ്ടപ്പെടില്ല. ഞാൻ ഉള്ളിടത്തോളം കാലം അത് ഞാൻ ഗ്യാരണ്ടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സാധാരണക്കാരനൊക്കെ മോനെ പിടിച്ച് കയറ്റി അതേമാതിരി ട്രീറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്താ പറയാ, എനിക്കറിയില്ല, ഭയങ്കര ഒരു കരുത്ത് കിട്ടി, മനസ്സിനൊരു കരുത്ത് കിട്ടി. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിന്റെ പവർ. നമസ്കാരം. അപ്പം ഒരു 4-5 ദിവസത്തെ ഒരു വലിയ തിരക്കായിരുന്നു ഫൈസൽക്കായുടെ വീട്ടിലെ കയറി താമസം. ഇതുമായി ബന്ധപ്പെട്ട് ഞാനും 3-4 ദിവസം ഉണ്ടായിരുന്നു. ഇപ്പം ഫൈസൽക്കായും വാപ്പായും എൻ്റെ അടുത്തുണ്ട്. അസ്സലാമു അലൈക്കും. ഉപ്പാനറിയാലോ? പിന്നെ ഉപ്പാൻ എനിക്കറിയാലോ, വീഡിയോയിലെല്ലാം കാണുന്നുണ്ടോ? അതെ, ഉപ്പാടെ വീഡിയോ ഒക്കെ കാണണല്ലേ. ഉപ്പ എങ്ങനെയുണ്ട്, സുഖമല്ലേ? ഒരു 3-4 ദിവസമായിട്ട് ഇവിടെ വീട് താമസമായിട്ട് ഇവിടെ ഒത്തിരി ആളുകളായിരുന്നു. എന്നാ തോന്നുന്നു ഉപ്പാക്ക് ഇപ്പം? ഉപ്പാക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാല്, മേപ്പേരിലുള്ള കുറെ ആൾക്കാരുണ്ട് ഉപ്പാന്റെ സുഹൃത്തുക്കൾ. ഡോക്ടർ മുഹമ്മദ്, പിന്നെ കേക്കുഞ്ഞിരാമല്ലോ അല്ലെ, കൊടുമേലെ KT രാജൻ, കൊടുമേല അസൈനാറ്, ചെറുവാളി അസൈനാറ്, പിന്നെ കൊടുമേൽ കുഞ്ഞമ്മദ്ക്ക, ഡോക്ടർ മുഹമ്മദ്, പിന്നെ എടുത്തുകണ്ടി ബഷീർ, ഇസ്മായിൽ പ്രോഗ്രാമിലേക്ക് പോയല്ലോ. അതൊക്കെ ഉപ്പാന്റെ ഒരു അടുത്ത ലോഹിക്കാരാണ്. അപ്പൊ എല്ലാരും വന്നു. ഉപ്പ വെച്ചാല് ഉപ്പാന്റെ ഒരു കഥ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ചെറുപ്പത്തിൽ പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിലും ഇപ്പൊ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്തു അല്ലേ. ഇപ്പൊ എന്റെ സ്കൂള് പിന്നെ കൊണ്ടുപോയി ചേർക്കലും, പിന്നെ എനിക്ക് ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് പിന്നെ കൊപ്പര ബിസിനസ് തുടങ്ങുമ്പോൾ പിന്നെ ഉമ്മാന്റെ പറമ്പെല്ലാം ഉപ്പ വിറ്റിട്ടാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത് അല്ലേ. പിന്നെ പെരുവയില് പാവപ്പെട്ടവർക്ക് വീണ്ടായി കൊടുത്തു. ഉപ്പ 3-4 കെട്ടോ 3 നില കെട്ടിടം. ഉപ്പ എത്ര വീടുണ്ടായി കൊടുത്തത്? അതിലും കൂടി 10-30 ആളെ പേരിൽ 30 വീടുണ്ടായി കൊടുത്തിട്ടുണ്ട് ഉപ്പ. 30 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഉപ്പാടെ മാതൃക തന്നെയാണ് മകൻ തുടരുന്നത്. അതെ. ഉപ്പ എത്ര സെന്റ് സ്ഥലം വാങ്ങിച്ചത് പെരുവയില്? 60 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് 30 വീട് ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു വീട് ഇപ്പം ഞാൻ പിന്നെ റിനോവേറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ വിളിച്ചിട്ട് ബുക്ക് ചെയ്യാം. ഞാൻ റഷീനെ വിളിച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പൊക്ക് ഒരു 50,000 റുപ്യ അപ്പം തീർക്കും ഉപ്പ. എങ്ങനെ തീർക്കും ഉപ്പ? ഓരോരുത്തർ 50,000 റുപ്യന്റെ കൈ കിട്ടിയാൽ അപ്പം തന്നെ കുറെ ആൾക്കാർക്ക് പൈസ കൊടുത്ത് തീർക്കും. കൈ പൈസ വെക്കൂല. ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോ ഉണ്ടല്ലോ, ഉപ്പ നമ്മൾ 1 മിനിറ്റ് പോലും ഭക്ഷണം കഴിക്കാനുള്ള നിർബന്ധിക്കല്. ഞാൻ പറഞ്ഞു ഉപ്പാടെ അടുത്ത് ഫൈസൽക്കാ പറ്റ അല്ല, ഫൈസൽ എപ്പോഴാ വന്നാൻ തരാമല്ല, ഭക്ഷണം കഴിക്കണമെന്ന്. വിളിക്കണ അതിങ്ങനെ ഉപ്പാനെ അങ്ങനെ ഓരോരുത്തർ വിളിക്കൂ. ഉപ്പാക്ക് ഉപ്പാന്റെ കൈ പോക്കറ്റിൽ ഒരു 50,000 ഉണ്ടെങ്കിൽ അതൊരു 5 മിനിറ്റ് കൊണ്ട് തീരും. ഉപ്പാ കൊടുത്തങ്ങ് തീർക്കും. അതല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ധർമ്മിഷ്ഠനാണ് ഉപ്പ. ഈ ഫൈസൽക്കാടെ ചെറുപ്പകാലങ്ങളുണ്ടല്ലോ, അത് ഉപ്പ ഒന്ന് പറഞ്ഞ എങ്ങനെയായിരുന്നു? ഏറ്റവും മൂത്ത ഫൈസലാണ്. അതിനോട് കൂടുതൽ സ്നേഹത്തോടുകൂടി തന്നെ അവനെ പോറ്റി, പിന്നെ വളർത്തി, പിന്നെ സ്കൂൾ ചേർത്ത് എല്ലാം നമ്മൾ കുറേ മെനക്കാട്ടിക്ക് അവന് വേണ്ടിയിട്ട് വളരെ എന്നെ ഒരുപാട് എടുത്തോണ്ട് നടന്നു. എന്നെ കൊഞ്ചിച്ച മാതിരി ഒരാളെയും കൊഞ്ചിച്ചില്ല. ചെറുപ്പത്തില് എന്നെ അത്ര എടുത്തോണ്ട് നടന്നു. അതിങ്ങനെ നടക്കും, എന്നെ എടുത്തിട്ട് കിലോമീറ്റർ നടക്കും. അതല്ലേ. അന്ന് പിന്നെ ഇതൊന്നും ഇല്ലല്ലോ, ബൈക്കും കാറൊന്നും ഇല്ലല്ലോ. 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഒക്കെ എടുത്ത് നടക്കും. ഇങ്ങനെ നടക്കും, എടുത്തോണ്ട് നടക്കും അല്ലേ. സ്കൂളിലൊക്കെ കൊണ്ടുവരുന്ന ഉപ്പല്ലേ? മദ്രസ എന്ന് പറഞ്ഞാല് പിന്നെ സ്കൂൾ പഠിക്കുന്ന കുടിയുള്ള മദ്രസ. അതായത് ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ചാല് മതപഠനവും സ്കൂളും ഒരുമിച്ച്. അതായത് സ്കൂളിന്റെ അടുത്ത് തന്നെ മദ്രസ ഉണ്ട്, അവിടെ കൊണ്ടുപോയി ചേർത്തിട്ട് നല്ല പഠിപ്പിച്ചിരിക്കുന്ന പറഞ്ഞത്. ദർസ് കൊണ്ടുപോയിട്ടിന്
പള്ളിയിലൊക്കെ ദർസിൽ പറഞ്ഞിന്. ഒരു മൗലവിയാകാനാണോ വിട്ടത്? അതൊന്നുമില്ല. ഇപ്പൊ അതിന്റെ ഒരു ആഗ്രഹം എന്താ വെച്ചാല് എന്നെ ഒരു ഡോക്ടർ ആക്കണോ അല്ലെങ്കിൽ ഒരു സ്കൂൾ മാഷാക്കണോ എന്നാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലേ. പക്ഷെ ഇപ്പം ഒരു ബിസിനസ്സുകാരനായി, അതും അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അതും ഉപ്പാവിനെ സപ്പോർട്ട് ചെയ്ത് ഉപ്പാവിനെ റിസ്ക് എടുക്കാൻ റെഡിയാ എന്തിനും അല്ലേ. മകന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കും ഉപ്പ. അതെ. എത്ര പിള്ളേരാണ്? ഓ, എത്ര മക്കളാണ്? 2 ആണും 1 പെണ്ണും. 2 ആണും 1 പെണ്ണും. ഫൈസല്, നിസാദ്, സെലീന. 3 പേരാണ്. ഈ ഇപ്പം ഇവിടെ ഒരു പുതിയ വീടൊക്കെ പെടുന്നല്ലോ, ഫൈസൽക്ക പറഞ്ഞത് ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയാണ്. അപ്പൊ എല്ലാവരോടും പറയണേ എപ്പോൾ വേണം ഇവിടെ പോക്കണം, ഉപ്പ ഇവിടെ കാണും എന്നാണ് പറഞ്ഞത് എല്ലാവരും എടുത്തും. നമ്മളവിടെ പിന്നെ മേപ്പയ്യൂർ ഒരു ബിൽഡിംഗ് പണിയുന്നുണ്ട്, ഏകദേശം ഒരു 10,000 സ്ക്വയർ ഫീറ്റ്. അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളൊരു പിന്നെ ഫിനിഷിങ് സ്റ്റേജിലാണ്. വലിയൊരു എമൗണ്ടാണ് കൊടുത്തത്. എമൗണ്ട് പറഞ്ഞിട്ട് നമ്മളത് താത്തണ്ട. വലിയൊരു ബിൽഡിംഗ് ആണ് അത്. അനാഥാലയങ്ങൾക്ക്, അനാഥരായിട്ടുള്ള ആൾക്കാർക്ക് കൊണ്ട് താമസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് പറയുമ്പോഴാണ് അതൊരു 1.5 ഏക്കർ സ്ഥലത്താണ്. അത് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം, മനസ്സിന്റെ ഉള്ളിൽ സന്തോഷത്തിലൊരു കാര്യം. അത് ഉപ്പാന്റെ ഉമ്മാന്റെ പേരിലാട്ടോ, രണ്ടുപേരും പേരില്. ഞാനവിടെ ഉപ്പാനും അതിന്റെ ഉദ്ഘാടനത്തിനൊക്കെ ഉപ്പയുമ്മയാണ് പോയത്. ഒരു സ്റ്റേജിലൊക്കെ ഇരുന്ന് ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷനിൽ ഏകദേശം തീരാറായി. ഇത് പറയുമ്പോഴാണ് ഏറ്റവും മനസ്സിൽ സന്തോഷം. ഈ വലിയ വീട് എന്ന് പറച്ചാൻ തന്ന പൈസ കൊണ്ട് വലിയ വീടൊക്കെ പണിതപ്പോൾ നിങ്ങൾ ചെയ്ത, ഫൈസൽക്കായും കുടുംബം ചെയ്ത ഏറ്റവും പുണ്യ പ്രവർത്തനം, ഒരു കല്യാണം നടത്തി കൊടുത്തു. അത് എല്ലാവരുടെയും മനസ്സിൽ ഒത്തിരി സ്നേഹമാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു ആശയം തോന്നാൻ എന്താണ് കാരണം? ശരിക്കും പറയുകയാണെങ്കിൽ ഉപ്പാക്കും ഉമ്മയും, ഉമ്മ ഉണ്ടല്ലോ, ഉമ്മാക്ക് കിട്ടുന്ന പൈസ കംപ്ലീറ്റ് കിണറുണ്ടാക്കാന്, പിന്നെ വീടുണ്ടാക്കി കൊടുക്കല് ആൾക്കാർക്ക്. ഇവിടെ നിൽക്കുന്ന ഉമ്മാക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ ഉമ്മ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ ഇത് പഠിച്ചത്. പിന്നെ ഉപ്പ ശരിക്കും കടം വാങ്ങിയിട്ട് ആളെ സഹായിക്കും. അതായത് ഇപ്പൊ ഒരാൾ ബുദ്ധിമുട്ടുന്നത് കണ്ടു കഴിഞ്ഞാല് നിങ്ങളുടെ അടുത്ത് നിന്ന് 50,000 വാങ്ങിയിട്ട് ഓലിക്ക് കൊടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് തിരിച്ചു തരും. അത്ര പോലും ഉപ്പാക്ക് ധർമ്മം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ആൾക്കാർ ഈ മർക്കസിൽ അപ്പ നിസ്കരിക്കാൻ പോവുക, അപ്പൊ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പൊതിയ ഇവിടെ. അപ്പൊ എന്താണോ പട്ടയിലുള്ള ഫുള്ള് തീർക്കും. അത് ഉപ്പൻ്റെ ഒരു ക്യാരക്ടറാണ്. ഉപ്പൻ്റെ അടുത്താണ് അതെല്ലാം പഠിച്ചത്. നമ്മളിപ്പോ വെച്ചാൽ ഇപ്പൊ എന്റെ മക്കള് എന്റെ സ്വഭാവം നോക്കിയിട്ടാണ് പഠിക്കുക. അവരുടെ റോൾ മോഡൽ ഞാനായിരിക്കും. എന്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞത് എന്റെ ഉപ്പയുമ്മയാണ്. അങ്ങനെ ആ ഒരു കല്യാണം നടത്താനുള്ള ഒരു ആശയമാണ്. കല്യാണം നടത്തുക പറയുന്നത് പിന്നെ ഞാൻ ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ നിങ്ങളുടെ വിശ്വസിക്കില്ലോ എന്ന് എനിക്കറിയാം. ഞാൻ 24 വർഷമായിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുവന്നുണ്ട്. ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ. നിങ്ങളവിടെ വന്നതല്ല? ഞാൻ വന്നതാ. ആ സ്കൂളില് 24 വർഷമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നത്. ഞാൻ അതിന്റെ ചെയർമാനായിരുന്നു. ഇപ്പോൾ ഞാൻ തന്നെയാണ് അത് കംപ്ലീറ്റ് അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് എൻ്റെ ഭാഗത്തു നിന്നാണ് കൊടുക്കല്. അവിടേക്കുള്ള പൈസ കളക്ട് ചെയ്യുന്നത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത്, മലബാറിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നത്. മലബാറിൽ നിന്ന് ഇപ്പോൾ ഒരു 15 ലക്ഷം റുപ്യ എല്ലാ വർഷവും അവിടേക്ക് കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് നിങ്ങൾ അന്ന് പിന്നെ ഞാൻ 6 ലക്ഷം റുപ്യാണ് കൊല്ലത്ത് കൊടുക്കില്ല. ഞാനാണ് അന്ന് സ്ഥലമായി ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തത്. അതെല്ലാം വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് എൻ്റെ കയ്യിൽ അത്ര പൈസ ഒന്നുമില്ല. ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ട് അന്ന് ചെയ്തത്. അന്ന് എനിക്ക് വരുമാനമൊന്നും ആയിട്ടില്ല. ഇതെല്ലാം നമ്മൾ ഉപ്പാനും ഉമ്മാനെയും കണ്ടിട്ട് തന്നെയാണ് ചെയ്തത്. ഇവരുടെ വിവാഹം നടത്താനുള്ള ആ ഒരു ആശയം വന്നത് അതല്ല. അപ്പൊ അതില് നിങ്ങൾക്ക് അറിയാലോ, ഒരു വീട്ടിലൊരു കുട്ടി ജനിച്ച് അത് മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കായ് ഇങ്ങനെ ആയാല്, അല്ലെങ്കിൽ അവരെ മെന്റലി അവര് പെർഫെക്റ്റ് അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ടോയ്ലറ്റ് പോകാൻ പറ്റുന്നില്ല, ആ അമ്മമാർ ഭയങ്കര കഷ്ടപ്പെടും. ആ അമ്മമാരെ കഷ്ടപ്പാട് ഇന്ന് ചെറിയൊരു തണലാവുക എന്നുള്ളതാണ് നമ്മളെ ഒരു ലക്ഷ്യം. അമ്മന്റെ കാലടിയിലാണല്ലോ സ്വർഗം. ആ അമ്മമാർക്ക് ഒരു കല്യാണത്തിന് പോകാൻ പറ്റൂല, ആ അമ്മമാർക്ക് ഒരു സെലിബ്രേഷനും ഉണ്ടാവില്ല. ഇവിടെ നമ്മളെ കല്യാണത്തിന് വന്നിട്ട് എത്ര അമ്മമാർ എന്റെ കൈ പിടിച്ചിട്ട് നിലവിളിച്ച് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു കല്യാണത്തിന് പങ്കെടുക്കുന്നത്. ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് രസം. അതല്ലാണ്ട് നമ്മൾ കുറെ പിന്നെ വലിയൊരു പൊരണ്ടാക്കി ഫുഡ് കഴിച്ച് നമുക്ക് ഞാൻ കൂടുതൽ ഇതിലേക്കാണ് ശ്രദ്ധ. എൻ്റെ ഒരു ലക്ഷ്യം തന്നെ ഒരു വീട് അത്യാവശ്യം എൻ്റെ ഫാമിലിക്ക് ആയി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ സാധാരണ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവര് നേരത്തെ അറിയാമായിരുന്നു, വിവാഹം ചെയ്ത് കൊടുത്ത രണ്ടുപേരും അറിയായിരുന്നു? ആ കുട്ടി ഒരു ദിവസം ഞാനൊരു ഉദ്ഘാടനത്തിന് പോയ സമയത്ത് ആ കുട്ടി എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ഫോട്ടോ തന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു കുട്ടി, അപ്പോൾ
എനിക്ക് പിന്നെ മോളെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്ന് ദുബായ് കാണുമെന്നാണ്. അപ്പോൾ ഞാൻ ദുബായ് കൊണ്ടുപോയി ഉമ്മനും മോളെ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നല്ലൊരു പൈസ നമ്മൾ കൊടുത്തു, വീട് നന്നാക്കാനും ഒക്കെ കുറേ ഗിഫ്റ്റും വാങ്ങി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അന്ന് തന്നെ ഇവിടെ പരിചയപ്പെട്ടാൽ പറഞ്ഞു എനിക്ക് പറ്റിയൊരു പയ്യനുണ്ടല്ലോ ഇവിടെ പിന്നെ ബീക്കാത്തിൽ റെസ്റ്റോറൻറ്റിൽ ഡോറ് തുറക്കുന്ന ഒരാളുണ്ടല്ലോ. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ഞാൻ നോക്കട്ടെ ആലോചിക്കട്ടെ. പിന്നെ നമ്മൾ പെട്ടെന്ന് വിളിച്ചിട്ട് പറയുന്നത് ഫൈസൽക്ക എൻ്റെ കല്യാണം ഒരു അറേഞ്ച്മെന്റ് മാരേജ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ദുബായ് നടത്താന്നാണ് തമാശയിൽ. അങ്ങനെയാണ് എൻ്റെ വീട് പണി തീരുന്നത്. വീട് പണി തീരുന്ന സമയത്ത് ഞാൻ വിളിച്ച് ചോദിച്ച് നമുക്ക് നമ്മളെ വീട്ടിൽ വെച്ച് നടത്താൻ പറ്റുമോ. അവൾക്ക് ഭയങ്കര സന്തോഷമായി, ഉമ്മക്കും. പിന്നെ പയ്യന്റെ സമ്മതമാണല്ലോ. അങ്ങനെ പയ്യന്റെ നമ്പർ തന്ന്, പയ്യന്റെ നമ്പറിന്റെ മുതലാളിന്റെ നമ്പർ തന്നു. രണ്ടാളെയും വിളിച്ച്. അപ്പൊ പയ്യന് പറഞ്ഞ് ഞാനൊന്ന് ആലോചിച്ച് വിളിക്കാറുണ്ട്. പിന്നെ പയ്യൻ തിരിച്ചു വിളിക്കുന്ന പൈസക്ക് സന്തോഷമാണല്ലോ, ഉപ്പാക്കും വീട്ടിലുള്ളവർക്ക് ഓക്കെ ആണെന്ന്. പിന്നെ മുതലാളിനെ വിളിക്കാൻ പറഞ്ഞു പയ്യൻ. മുതലാളി വിളിച്ചപ്പോ മുതലാളി പറഞ്ഞ് പൈസക്ക റെഡി, എന്തിനു റെഡി, ഞാനും വരുമെന്ന്. മുതലാളി വന്നല്ലോ. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ സംഭവം പഠിച്ചവന്റെ വലിയൊരു അനുഗ്രഹം ഇവിടെ നടത്താൻ പറ്റി. ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. അതെ അതെ, ജനങ്ങൾ ഏറ്റെടുത്ത് പറഞ്ഞ പോലെ ഒത്തിരി ഉമ്മമാരെ കൊണ്ടുവരാൻ പറ്റി, വെളിയിൽ വരാൻ പറ്റാത്ത അവരുടെ ആഗ്രഹം കല്യാണത്തിന് വന്നത് ഞാൻ പറഞ്ഞില്ലേ, 400 ആൾക്കാർ വന്നത് സാധാരണ പാവപ്പെട്ട ആൾക്കാരാണ്. അതെ അതെ അതെ, അവരെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് വീട് കാണിച്ച് അവരുടെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഞാനിപ്പോ ഒരാഴ്ചയായിട്ട് ഫുള്ള് എന്റെ ഉറക്കം കഴിയുന്നത് ഞാൻ അത്ര ആൾക്കാരെ മുന്നിൽ നിൽക്കുന്നത് ഫോട്ടോ എടുത്തത്. അല്ല, അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരേ കാര്യങ്ങളിൽ ഒരാളെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വിളിച്ചു കയറ്റുവാണ്. ആരെങ്കിലും എൻ്റെ കൂടെ നിൽക്കാനുണ്ടോ നമ്മുടെ നാട്ടുകാർ, ആ നാട്ടുകാരോടുള്ള സ്നേഹം കണ്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷം. അങ്ങനെ ഒരു സ്നേഹമാണ് നമ്മൾ കണ്ടത്. എല്ലാവരെയും നാട്ടുകാരൊക്കെ എന്ത് സ്നേഹമാണ്. അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒന്നും വ്യത്യാസമില്ലാതെയാണ് ഫൈസൽക്ക് അവിടെ നിന്നത്. നമ്മൾ സെലിബ്രേറ്റ് വരുന്ന പോലെ കൂടെ ഫോട്ടോ എടുക്കുന്ന പോലെ ഇങ്ങോട്ട് വിടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സാധാരണക്കാരനൊക്കെ മോനെ പിടിച്ച് കയറ്റി അതേമാതിരി ട്രീറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്താ പറയാ, എനിക്കറിയില്ല, ഭയങ്കര ഒരു കരുത്ത് കിട്ടി, മനസ്സിനൊരു കരുത്ത് കിട്ടി. നമ്മുടെ മനസ്സാണ് എന്തിനും കരുത്ത് വേണ്ടത്. ഒരു മെന്റലി ഹെൽത്താണ് നമുക്ക് ആവശ്യം. അത് നമുക്ക് കിട്ടാൻ കാരണം ഈ ആൾക്കാരുടെ സ്നേഹം തന്നെ. അല്ല, എല്ലാവരുടെ പേര് ഓർമ്മയാണ് ഞാൻ അത്ഭുതപ്പെടുത്തിയത്. പേര് വിളിച്ച് ഇവിടെ നിന്നാലും നിൽക്കുന്ന ആളുടെ പേര്, ആ പേര് വിളിക്കുവാണ്. അതെ അതെ, എന്താ പറയുക, നമ്മളെ വീട്ടില് ഒരാളിങ്ങനെ ഇവിടെ വലിയൊരു പരിപാടി നടക്കുമ്പോൾ ഇങ്ങനെ അൺകംഫർട്ടബിൾ ആയിട്ടാണ് വരിക. കാരണം അവർക്ക് ചിലപ്പോൾ ഒരു കഴുത്ത് വേന പോലെ ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ അവരെ വരവേറ്റ് അവരെ ഒരു പേര് പറഞ്ഞ് അവരെ ഒന്ന് വിഷ് ചെയ്ത് കഴിയുമ്പോൾ അവരൊന്ന് കൂളാവും. ആ കൂളാക്കുക എന്നുള്ള ഒരു മനസ്സിന്റെ ഒരു നെയ്യത്താണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാവരും പേരറിയാം കേട്ടോ, ഒരുവിധ ആൾക്കാരെ പേരറിയാം. ഞാൻ നോക്കിയപ്പോ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും എല്ലാം നമ്മളിപ്പോ എത്ര വർഷമായില്ല പൈസ, ഒരു 5-6 വർഷമായി നമ്മൾ പരിചയം. എനിക്ക് പൈസക്കാരൻ ശരിക്കും അറിയാമല്ലോ. ഒരു നന്മയുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് പടച്ചവൻ തരുന്നത്. ആ നന്മ ആരെയും വ്യത്യാസമില്ല. ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അതല്ല പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വരുമോ പൈസക്കാട്? അതെ, 1 വീക്കായിട്ട് നമ്മൾ ഇവിടെ ഉണ്ട് പൈസക്കാടെ കാര്യം. അപ്പൊ എനിക്ക് പൈസ ഇങ്ങനെ ഒന്ന് ഇരുന്ന് സംസ്കാരങ്ങളുള്ള ആഗ്രഹമായിരുന്നു. ഇതെല്ലാം നമ്മൾ കണ്ട ഒരാള്. എനിക്കും ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടം. കാരണം പിന്നെ നമ്മളെ വീടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. നമ്മളൊരു ഓപ്പൺ പുസ്തകം എന്നുള്ള ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. അതെ അതെ, ജനങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹമാണ് എനിക്ക് വേണ്ടത്. വീടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പിന്നെ ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം എന്ന് എൻ്റെ ആഗ്രഹം. രാഷ്ട്രീയ നേതാവാണെന്നല്ല, ഒരു MLA ആവേണ്ട, ഒരു മന്ത്രി ആവേണ്ട, പക്ഷെ നമുക്കൊരു നല്ല മനുഷ്യനായിട്ട് മരിക്കണം. എല്ലാ ജനങ്ങളുടെ പ്രാർത്ഥന നമുക്ക് വേണം. മരിക്കുമ്പം ഒരാൾ നമ്മളോട് ഉള്ളിലൊരു ദേഷ്യം ഉണ്ടാവരുത് എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. അപ്പൊ നമ്മളെ സുമിത്തേട്ടനെ നമ്മളെ ഭക്ഷണം ഉണ്ടാക്കിയ അലീന്റെ ഒരു ഇന്റർവ്യൂ ആണ്. നമ്മള് ഹോം ടൂർ, ഞാൻ പറഞ്ഞു ഹോം ടൂർ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ. അപ്പൊ സുമിത്തേട്ടനെ വെച്ചാല് നമ്മളിങ്ങനെ കുറെ ആള് വന്ന് നമ്മൾ വിചാരിച്ചൊരു 400-500 ആൾ ഉണ്ടാവുള്ളൂ എന്നാണ് സുമിത്തേട്ടനോട് പറഞ്ഞത്. പക്ഷെ നമ്മൾ കണ്ടപ്പോ ഞാൻ സുമിത്തേട്ട നമുക്ക് പിടുത്തം വിട്ടിക്കല്ലോ. ആൾക്കാർ വന്നു കഴിഞ്ഞാല് നമ്മൾ വിളിച്ചിട്ടല്ലോ എന്നുള്ളത്. നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർ ഓരോ നമ്മൾ രാജകീയമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇന്നലെ എത്ര ആൾ വന്നിട്ടുണ്ടാവും? 1500 ആൾക്കാർ വന്നു. 500 ആൾക്കാർ പരിപാടിയാണ്.
ഫൈസൽക്കല്ല അല്ലാണ്ട് തന്നെ ഇവിടെ തന്നെ ഉണ്ട് അത്രയൊക്കെ തന്നെ 10-200 ബാക്കി പക്ഷെ ഒന്നിനും ഒരു കുറവ് വന്നില്ല, അത് പ്രാർത്ഥനയാണ്. ഒന്നിനും ഒരു കുറവ്. ഞാൻ ചോദിച്ചു എങ്ങനെ ഇത് മാനേജ് ചെയ്തെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പിന്നെ മൂപ്പർ പെട്ടെന്ന് പാലക്കൻ റെസ്റ്റോറന്റ് ഉണ്ടല്ലോ അവിടെ, പാലക്കൻ റെസ്റ്റോറന്റ് പെട്ടെന്ന് എന്ത് ചെയ്ത് മൂപ്പർ ഫുഡ് ചെമ്പ് ബിരിയാണി കൊണ്ടുവന്നു. ഇത്രയൊക്കെ എത്തുള്ളൂ പിന്നെ അവിടെ പേടിക്കണ്ട, വന്നോട്ടെ. അത് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റൂലേ, ധൈര്യം തന്നല്ലോ. അതെ 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 അതെ. പിന്നെ കബാബ് വിളിച്ചു പറഞ്ഞാൽ കബാബും അങ്ങനത്തെ കാര്യം, പിന്നെ പൊറോട്ട ഒക്കെ അല്ലേ. ഈ സുമിത്തേട്ടന്റെ ഏട്ടനൊന്നും എന്തൊക്കെ പറഞ്ഞാലും സുമിത്ത് ഞാനും ഒരേ പ്രായമായിരിക്കും, എനിക്കറിയില്ല. 54 അതിനേക്കാൾ കുറവാ, അതെ. വൈറ്റ് താടിയുള്ളതുകൊണ്ട് പ്രായം. ഞാൻ ഒരു 3 വയസ്സ് മൂത്തതാണ്. 54 വയസ്സായിട്ടുള്ളൂ, 71. ഇഷാദിന്റെ പ്രായ. അതെ അതെ. അപ്പൊ സുമിത്തേട്ടൻ അത് വെൽ മാനേജ്ഡ്. പിന്നെ പാരകൻ സുമേഷ് ഏട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സഹോദരനാണ്. അതായത് നമുക്ക് പിന്നെ എന്താ പറയാ, നമുക്ക് ഒരു പിതാവിന്റെയും മാതാവിന്റെയും കൂട്ടത്തിൽ തന്നെ ജനിക്കണമെന്നുള്ള സഹോദരനാണെങ്കിൽ നമ്മളെ സ്നേഹമാണ് കിടക്കുന്നത്. സുമേഷ് ഏട്ടനെ ഞാൻ കാണുന്നത് ഒരു 30 വർഷമായിട്ട് കാണുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പിന്നെ ഒരു കാറ്ററിംഗ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ദിവസമെങ്കിലും നമ്മളെ 4-5 ദിവസമായിട്ട് പല ആളുകൾക്കല്ല കൊടുത്ത്, പക്ഷെ വെൽ മാനേജ്ഡ്. ഇത് ഞാൻ യാദർശികമായിട്ട് യാദൃശ്യമായിട്ട് വന്നതാണ്. ഇതല്ലോ നമ്മളെ തീരുമാനങ്ങളല്ല, മുകളിൽ ഒരാൾ തീരുമാനിച്ചിട്ട് നമ്മളിന്ന് എവിടെ പോകണം, എത്ര മണിക്ക് കാണണം, ആരെ പോയി മീറ്റ് ചെയ്യണം എന്നൊക്കെ അത് അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഞാന് യാദൃശ്യമായിട്ട് വന്ന വെട്ടാണ്. തീർച്ചയായിട്ടും അതാണ് ഈ മനസ്സുകളിലെ ഒരു പൊരുത്തമാണല്ലോ. ഇന്നലെ ശരിക്കും നല്ല ടെൻഷൻ മൂപ്പരും ഭയങ്കര ഹാപ്പി ആയിട്ട് പാട്ടൊക്കെ പാടിയില്ല. അതെ, പക്ഷെ ഞാൻ ഇന്നലെ ഞെട്ടി. രണ്ടുപേരും ഒന്ന് ഇതിലേക്ക് രണ്ടുപേരും പാടാം. ആ പാട്ടിയ പാട്ട് തന്നെ ഞാൻ ആ മൈക്ക് കൊടുക്കാം. എന്തായാലും പാടും, കൈ പിടിച്ചാൽ മതി പഠിക്കാം. അത് പിന്നെ എന്റെ എല്ലാ ടെൻഷനും കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പൊ 4 മണിക്കെട്ടാ പാടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പാടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ ഞാൻ ആ പാട്ട് പാടിയത് എന്താ വെച്ചാല് മെഷായർ തോ നഹി. അതൊന്ന് പഠിക്കും. മെഷായർ തോ നഹി മഗർ ഹസീ जब से देखा मैंने तुझको मुझको शायरी आ गई मैं शायर तो नहीं. താങ്ക് യു. ഇതെല്ലാം യാദൃശ്യമാണല്ലേ? ഇത് ഇതെല്ലാം യാദൃശ്യമല്ലേ? എനിക്ക് നിങ്ങൾ വിളിച്ചപ്പോ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാത്ത ചുറ്റോളം മനസ്സിലായല്ലോ. ഞാൻ അറിയില്ലല്ലോ, അപ്പൊ കറക്റ്റ് ആയിരുന്നല്ലോ. ഉറങ്ങിയിരിക്കുവോ? അപ്പൊ ഞാൻ പറഞ്ഞിട്ടേ ഞാൻ വൈകുന്നേരം വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു. രാവിലെ വിളിച്ചിരുന്നില്ല. ഞാന് ഭക്ഷണം വിളമ്പിയ ആൾക്കാരെ പൈസ ആദ്യം കൊടുക്കും. രാവിലെ ഞാൻ നോക്കുമ്പോ എന്റെ അക്കൗണ്ടിൽ പൈസ കുറവാണ്. പക്ഷെ ആദ്യം ഞാൻ പറഞ്ഞ് കുറെ പൈസ വീടിന്റെ ആൾക്കാർ കൊടുക്കാനുണ്ട്. ആദ്യം നമ്മള് ഫുഡ് ഉണ്ടല്ലോ, ആ ഫുഡ് കൊടുത്ത് ആൾക്കാർ ആദ്യം നമുക്ക് പിരിച്ചുവിടാനാണ്. അതാണ് ഞാൻ എണീക്കുന്നതിന് മുമ്പേ പുള്ളി വിളിച്ചിരിക്കുന്നത് രാവിലെ. അപ്പൊ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം പറയാം. ഇപ്പം നിങ്ങൾ വരുമ്പോൾ ഉപ്പ അതിലേ കഴിച്ചോന്ന് ചോദിച്ചു. അതെ, അത് അങ്ങനെയാണ്. അത് കോഴിക്കോട്ടുകാർക്കേ ഉള്ളൂ കേട്ടോ. അല്ലല്ല, ഞാനത് തുറന്നു പറയാം. എന്താ വെച്ചാൽ നമ്മൾ കുറെ മീറ്റിങ്ങിന് പോകുന്നതിനെ കൊണ്ടേ നമ്മളൊരു രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഒരു വീട്ടിൽ ചെന്നാൽ ഒരാളും ചോദിക്കൂല നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോന്ന്. പക്ഷെ കോഴിക്കോട്ടുകാരൻ നിങ്ങൾ എവിടെ പോയി വന്നാൽ ഫസ്റ്റ് ചോദിക്കുക ചായ കുടിച്ചോ, വെള്ളം കുടിച്ചോ, പിന്നെ ഉള്ളൂ വർത്താനോ. നമ്മളെ ബാബുട്ടനല്ലോ, KC ബാബു. KC ബാബുട്ടന്റെ വീട്ടില് പോയാല് ആദ്യം മൂപ്പർ പുറത്ത് വന്നു, കാരയ്ക്ക വന്നതെന്ന്. അപ്പൊ ഡ്രൈവർമാരും ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. ഫസ്റ്റ് അവർക്ക് കൊണ്ടു കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരാൾ നമ്മള് ഭദ്രമായിട്ട് എത്തിക്കുന്ന ഒരു നമ്മൾ ഉറങ്ങിപ്പോയാലും അവരാൾ നമ്മൾ എത്തിക്കുന്നത്. നിങ്ങൾ ഇതൊരു കഥാപാത്രം കേട്ടോ. ഇപ്പൊ ആദ്യം നിങ്ങളെ പേരാ പറഞ്ഞേ. ആദ്യം പറഞ്ഞത് അങ്ങനെയാട്ടോ. ഇപ്പൊ പറഞ്ഞെന്താ അറിയാ, പിന്നെ ഇപ്പൊ എന്നോട് ചോദിച്ച് നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ വന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ കെ കുഞ്ഞിരാമൻ വന്നു, CB ഇസ്മായിൽ വന്നു, കൊടിമേൽ കുഞ്ഞമ്മക്ക വന്നു, ചെറാളി അസൈനാർ വന്നു, രാമേന്ദ്ര മാഷ് വന്നു, ഡോക്ടർ മുഹമ്മദ് വന്നു, വേണുമാഷ് വന്നു. എല്ലാവരും ഓർമ്മയുണ്ട് ഇപ്പൊ. നിങ്ങളിത് കോഴിക്കോട്ടുകാരെ പറ്റി പറഞ്ഞപ്പോ അതൊന്ന് തിരുത്തിയാ ഞാൻ ആഗ്രഹിക്കുന്നു. പേപ്പയ്യൂർക്കാർ, കാരണം എന്താ ഞങ്ങള് ഒറിജിനൽ പേപ്പയ്യൂർ. അതൊക്കെ വന്നത് താവഴി വന്നത് ആ ഒരു നാടിന്റെ കോഴിക്കോട് ജില്ലയല്ലേ, അല്ല ഞങ്ങളെ നാട്ടൻ ഇതുണ്ടല്ലോ, അതാണ് മൂപ്പറ. അതെല്ലാവർക്കും ഞങ്ങള് കോഴിക്കോട് നിന്ന് വന്നാല് ഈ മർക്കസിന്റെ അവിടെ വെച്ചിട്ടാ കാണുക.
കൈ ഒരു ഒറ്റ പിടുത്താം. ആ പിടുത്തം പെടണമെങ്കിൽ അവിടുന്ന് ഒരു ഇളനീര് വെട്ടിച്ചിട്ട് 2 ഇളനീര് വെട്ടിച്ച് ഒന്ന് ഊപ്പർ കുടിക്കും, ഒന്നും ചായ കുടിക്കാൻ ഇളനീര്. ഞാനിപ്പോ പറഞ്ഞതറിയോ, ഉപ്പാന്റെ കയ്യിൽ ഒരു 50 ഉറുപ്പ്യ കിട്ടിയാല് 50,000 ഉറുപ്പ്യ കിട്ടിയാല് മൂപ്പർ പള്ളിയിൽ പോയി തിരിഞ്ഞിരുമ്പോഴത്തേക്ക് കാര്യം അത് മൂപ്പർ പൊതിയും മൂപ്പർ ലാസ്റ്റ് ആരും കൂടി എടുത്താൽ കൊടുക്കും. അതുകൊണ്ടാണ് ദൈവം വെച്ചാൽ ബാപ്പ ചെയ്യുന്നതിന്റെ ഗുണമാണ് മക്കൾക്ക് കിട്ടുന്നത്. അതാണ് ഫൈസലിന് കിട്ടിയത്. കാരണം വെച്ചാൽ അത് ഇപ്പം ഇനി ഫൈസൽ ചെയ്യുന്നത് അവന്റെ മോന് അത് പറഞ്ഞു ഫൈസൽക്ക് അതാണ് പറഞ്ഞത്. നമ്മള് വാപ്പ ചെയ്യുന്ന പാതയിലായിരിക്കുമല്ലോ മക്കൾ വരികയെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. അത് തന്നെ ഇവിടെ കാണുന്നതും. പക്ഷെ എനിക്കെപ്പോഴും ഈ ഫൈസൽ ഖാൻ എനിക്ക് 5-8 വർഷമായിട്ട് 5 വർഷത്തിന് മുകളിലായി വരും. പക്ഷെ എവിടെ വെച്ചാൽ ഉപ്പ ആദ്യം ചോദിക്കുന്ന ഭക്ഷണം കഴിച്ചോ. അത് നമ്മൾ സമയം തെറ്റിയായിരിക്കും ചിലപ്പോൾ വീട്ടിൽ വരുന്നത്. ചിലപ്പോൾ ഉച്ചയ്ക്ക് 3 അപ്പോഴും ചോദിക്കും ഭക്ഷണം കഴിച്ചോ. ഇന്നലെ 4 മണിക്ക് ഒന്നും ആയിട്ടില്ല, അർജുൻ അശോകൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് പിന്നെ സുഹിത്ത എന്തെങ്കിലും ആയിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പരിപ്പൊടിയും പഴംപൊരി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു ചിരി. അർജുന അശോകൻ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഈ ടെൻഷന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞുപോയി പരിപ്പൊടി അതല്ലാണ്ട് പൊറോട്ട എന്തെങ്കിലും കിട്ടുമെന്ന്. അപ്പൊ തന്നെ നമ്മള് പൊറോട്ട ഇത് ബീഫ് കറിയും എല്ലാം വെച്ചിട്ട് കൊടുത്തു. മീൻ കറി ഉണ്ടായിരുന്നു. അപ്പൊ ആരോ ചോറും ചോദിച്ചു, ചോറും കൊടുത്തു. ഇതെല്ലാം അർജുന അശോകന് കൂടുതൽ കഴിച്ചത് ഫിഷ് കറിയും പിന്നെ മറ്റേ ചിക്കൻ കറിയും. അതെ 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 ചിക്കൻ കുറച്ച് കോഴിയും കൊടുത്തു. ആദ്യം കഴിച്ചില്ല. അത് ഈ പറയുന്ന കാര്യം തന്നെ ഓരോരുത്തർക്കും ഒരു യോഗ ഉണ്ട്, എവിടെ കഴിക്കണം. ഇറ്റാലിയൻ ഫുഡ് നന്നായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ എനിക്ക് ഇതില് പറയാനുള്ളത് നമ്മളെ വീടിന്റെ വർക്കെടുത്ത ആൾക്കാരാണ്. സിദ്ദീഖാനൊക്കെ ഒന്ന് കാണിച്ചോട്ടെ. ഇത്രയും ആത്മാർത്ഥമായിട്ട് മൂപ്പർ ഏറ്റവും കൂടുതൽ മൂപ്പർ ഇൻട്രസ്റ്റ് എടുക്കുക എവിടെയാന്ന് അറിയാം. നമ്മളെ വർക്ക് എടുത്ത പണി പിന്നെ ഒരു കോൺട്രാക്ടർ വന്നു കഴിഞ്ഞാല് ആ പണിയെടുത്ത് ഏകദേശം ഒരു അഡ്വാൻസ് ടാക്സ് പോലെ വാങ്ങി കൊടുക്കും. പിന്നെ പണി പൂർത്തിയായില്ലെങ്കിലും പെട്ടെന്ന് പേയ്മെന്റ് കൊടുക്കണം. ഇന്നിപ്പോ ഒരു കുറെ ബില്ലേജ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ശ്രദ്ധിക്കാൻ ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്തെങ്കിലും റിട്ടേൺ കൊടുക്കാനുള്ള കൊടുത്തിട്ട് പോയാൽ പോലെ. അല്ല, പേയ്മെന്റ് നമ്മൾ ആദ്യം കൊടുക്കണം. മൂപ്പർ അതിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് റഷീദ പേയ്മെന്റ് എന്താ വെച്ചാൽ പേയ്മെന്റ് ഡിലേ ആവുന്ന സമയത്ത് നമുക്ക് വർക്ക് ഡിലേ ആവും. വർക്ക് ഫാസ്റ്റ് ആയിട്ട് പോവാണ്. അപ്പോൾ വർക്കിന് ബുദ്ധിമുട്ടാവരുത്, വർക്ക് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അഡ്വാൻസ് ഒക്കെ പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവർ വർക്ക്. പിന്നെ നമ്മളെ പ്രൊജക്ട് നോക്കി ഇർഷാദ് ഉണ്ട്. ഇർഷാദ് ഇത് വൈസൽക്ക നമ്മളിത് കറക്റ്റ് ആണ് നമ്മുടെ ടൈമിങ് ഇന്ന് തീർക്കുന്നത്. എല്ലാവരും ഒന്ന് കാണിച്ച് നമുക്ക് പോകാനും പറ്റുന്നുണ്ട്. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് മെലിഞ്ഞിൽ ഇങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ശരിക്കും മരുന്നാട്ടോ. ഇതുപോലെ ഒരു സിൻസിയാരിറ്റി ഉള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കാരണം പ്രൊജോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്ട് മാനേജ്മെന്റിന്റെ സ്റ്റാഫാണ് ഇർഷാദ്. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ അവസാനത്തെ 10 ദിവസം 24 hours വർക്ക് ചെയ്തിട്ടുണ്ട്, 24 മണിക്കൂർ. കാരണം ഭയങ്കര കമ്മിറ്റ്മെന്റ് ഉള്ള ആളാണ്. പിന്നെ നമുക്ക് ജീവിതകാലം മുഴുവൻ വീട് ഓടുന്ന് വരുന്ന ചങ്ങനെ കാണിക്കും. ഒരു പോലീസ് ഓഫീസർ ആവേണ്ട ആളായിരുന്നു ആള്. പിന്നെ കുറച്ച് ഗൾഫിലൊക്കെ പോയി സിൽക്കിയിൽ കുറെ കാലം സർവീസ് ചെയ്തു. സിൽക്കി ജവർഖാൻ സ്വന്തം ആളായി. ഇപ്പൊ നമ്മളെ ഒരു ബ്രദർ എന്ന് പറയാ, ഒരു നമുക്കൊരു സഹോദരനായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. പിന്നെ അമീർ പിന്നെ ഓന് നമ്മളെ കൂടെ വന്നാല് പിന്നെ എന്റെ കൂടെ ഇങ്ങനെ നടക്കണോന്. ഓന് അപ്പോളോ മുസക്കാന്റെ സ്വന്തം ആളായിരുന്നു. പിന്നെ എല്ലാം കൂടി മുപ്പത് നമ്മുടെ അടുത്ത് വന്ന്, പിന്നെ ഞാൻ വന്ന് എന്നെ വിളിക്കും, ഫൈസൽക്കപ്പ വരുന്നത്. പിന്നെ എന്റെ കൂടെ വന്നിട്ട് നമ്മൾ പിന്നെ എന്താ വെച്ചാല് നമ്മള് സുഹൃത്തുക്കളാ. പിന്നെ യാത്രയിൽ നമുക്ക് യാതൊരു ടെൻഷനും ഉണ്ടാവില്ല. തമാശകളൊക്കെ എന്താ പറയാ, ജീവിതത്തിൽ ഇപ്പോൾ 20 വർഷത്തോളം ഡ്രൈവിംഗ് ഫീൽഡിൽ ഫൈസൽക്കാരൻ്റെ കൂടെ യാത്ര ചെയ്യാൻ നമുക്ക് ഓൾറെഡി നമ്മളെ എനർജിയാണ്. അപ്പോൾ വീട്ടിലെത്തിയ വൈഫൊക്കെ പറയും, ഫൈസൽക്കാരുടെ കൂടെ യാത്ര ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ ഫുൾ ഹാപ്പിയാണ്. പിന്നെ ഒരു മാസത്തോളം നമ്മൾ ബാക്കിയുള്ള പ്രഷറുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ ആ പാട്ടിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമുക്ക് ഒരുപാട് പ്രോത്സാഹനം തന്ന ആളാണ്. ഒരുപാട് പാട്ട് പാട് ഞാൻ പറയാൻ ഇപ്പൊ കറക്റ്റായിരുന്നു ഫൈസൽഖാൻ്റെ ആ പാട്ട്. മഹിയിൽ മഹാസീനെന്ന് മഹിമഴയും സുൽത്താന് മലർമഴവിൽ ആയിട്ടുണ്ടൊരു കനിമോള്, അവളുടെ മധുവൊഴുകും പേരാണ് ഹുസനുൽ ജമാല്. ഇന്നലെ ആ പാട്ട് എനിക്ക് പാടുന്ന പാട്ടുണ്ട്. ബനേ ചാഹെ ദുശ്മൻ ജമാനാ ഹമാരാ, ബനേ ചാഹെ ദുശ്മൻ ജമാനാ ഹമാരാ, സലാമത് രഹേ
दोस्ताना हमारा सलामत रहे दोस्ताना हमारा बने चाहे दुश्मन जमाना हमारा सलामत रहे दोस्ताना हमारा. ഓക്കെ താങ്ക് യു. എനിക്ക് പറയാനുള്ള എന്താ അറിയാ, ഈ ചങ്ങായി ഉണ്ടല്ലോ അതേമാതിരി നമുക്ക് കിട്ടിയ ഒരു മുത്താണ്. ഒരു ബ്ലോഗർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് എന്നെ പോലെ തന്നെ. അതൊന്നും നിങ്ങളും ആക്കി കൊടുക്കണം, അതാണ് അവന്റെ ആഗ്രഹം. പക്ഷെ നമ്മളെ കൂടെ കല്യാണത്തിന്റെ ഒരാഴ്ച എത്ര ദിവസം, ഇപ്പൊ ഒരാഴ്ച 10 ദിവസം, ഒരാഴ്ചന്റെ മോളായിട്ട് 24 മണിക്കൂർ നമ്മുടെ കൂടെ ഉണ്ട്. എന്നോട് പറഞ്ഞ് ഫൈസൽക്ക 24 മണിക്കൂർ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ഫൈസൽഖാന്റെ കൂടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കൊന്നും ഒരു വിഷയമല്ല. കാരണം നമ്മൾ ഹാപ്പിയാണ്, നമുക്ക് ഹാപ്പി ആവാന്നുള്ളതാണല്ലോ. ഞാനിപ്പോ ഇദ്ദേഹത്തിനെ പറഞ്ഞപ്പോ ഒരു കാര്യം, ഞാൻ ഇന്നിപ്പോ രാവിലെ ഉച്ചയ്ക്ക് വന്നല്ലോ ഫൈസൽ, അപ്പൊ ഓഫീസിലേക്ക് പോണത്. അവിടെ ഇരിക്കണ 2 മിനിറ്റ്, പിന്നെ ഇവിടെ നിന്ന് ഓട്ടോ ആയിരുന്നു കേട്ടോ. ഓരോ സ്ഥലത്ത് പോകുമ്പോഴുണ്ട്. ഓരോരോ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുന്നതാണെങ്കിൽ അപ്പം തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി ഹാപ്പി അല്ലേ ഇപ്പൊ? പക്ഷെ നല്ല മോനാട്ടോ. ഇതിന്റെയൊക്കെ കഠിന വേർപ്പ് കൊണ്ടാണ് നമ്മളിവിടെ വീട് താമസിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സ്നേഹത്തിന്റെ ഒരു കൂടാരമാണിത്. ആ കൂടാരത്തിന്റെ ശില്പികളും ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും, അതിനപ്പുറം വാപ്പ എന്ന് പറഞ്ഞ ആ വാക്കാണ് ഫൈസൽ ഖാൻ ഇവിടം വരെ എത്തിച്ചത്. എപ്പോഴും പറയുന്ന ഉമ്മാടെ കാലിൻ്റെ പാദത്തിലാണ് സ്വർഗം, അത് തന്നെ പിന്തുടർന്ന് പോകുന്ന ഫൈസൽ ഖാൻ. ഒത്തിരി സന്തോഷം. ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരാളാണ്. നിങ്ങളെ എനിക്ക് അറിയാവുന്ന, വർഷങ്ങളായിട്ട് അറിയാവുന്ന. പക്ഷെ ഇവിടെ നേരിട്ട് കണ്ടപ്പം ഈ നാട്ടുകാരുടെ സ്നേഹം നിങ്ങളോട് കണ്ടപ്പോഴാണ് എനിക്ക് അതിലും കൂടുതൽ സന്തോഷം. നമ്മൾ പ്രവാസികൾ ഒത്തിരി പേര് കണ്ടു. ഞാനും ഇസ്മായിലായിട്ട് എത്ര കൊല്ലത്ത് എന്തായിരിക്കും, എത്ര കൊല്ലത്തുണ്ടാവും? എത്ര അത് രണ്ടല്ലോ 10 വയസ്സ് മുതലല്ലോ 10 വയസ്സല്ല 8 വയസ്സ് മുതലേ. കാരണം പുള്ളി ഞങ്ങൾ മദ്രസയിൽ പുള്ളി എൻ്റെ 2-3 കൊല്ലത്തെ സീനിയറാണ്, 3 കൊല്ലം 4 കൊല്ലം സീനിയറാണ്. പുള്ളി എനിക്ക് ഞാൻ നോക്കുമ്പോൾ വലിയൊരു മനുഷ്യനാണ്. അന്നേ ഈ വലിപ്പമുണ്ട് പുള്ളി. അപ്പം ഞാൻ പോയിട്ട് ഇസ്മായിൽ ഖാനോട് പറയും, ഇസ്മായിൽ ഖാ അവിടെ ഒരു ചെറുനാരങ്ങ മരമുണ്ട് ഞങ്ങളെ മദ്രസേൻ്റെ മുകളിൽ. പിന്നെ നമ്മളെ കാസിം മൗലവി ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടാക്കും നല്ല കുണ്ടി പിടിച്ചിട്ട് ഇങ്ങനെ തിരുമ്പല. പിന്നെ ഒരു മാസത്തേക്ക് ആ വേന പോകില്ല. അതായത് ഇങ്ങനെ നമ്മളങ്ങനെ കയറി പോകും. ഇവിടുന്ന് കയറി തിരിക്കലാ പോയി ഉസ്താദ്. അപ്പൊ അറിയുകയും ചെയ്യും ഞാൻ നല്ലോണം കൊടുക്കുന്നു. അപ്പൊ അറിയൂ അവൻ പഠിച്ചില്ല, നല്ലോണം ബേൻ്റെ ആയിക്കോ. ഇയാളത് ഇതാക്കിയത് ഒരാഴ്ചത്തേക്ക് നമുക്ക് ടോയ്ലറ്റ് പോകാനാവില്ല. മരിച്ചു പാവം, പഠിച്ചോൻ പുറത്തു കൊടുക്കട്ടെ. ഒരുപാട് വിദ്യാർത്ഥികളെ അധ്യാപകനാണ്, നല്ല എല്ലാവരും ഓർക്കുന്ന ഒരു അധ്യാപകനാണ്. നല്ലതാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇനി ഒന്ന് അടുക്കളയിൽ ഉമ്മാന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. വാ. എന്താണ് പിന്നെ അലീന അറിയാമോ എനിക്ക്? അറിയില്ല. നമ്മള് അവിടെ വെച്ച് ഇവിടെ വെച്ച് ഒത്തിരി കണ്ടിട്ടുണ്ട്. മുപ്പറ് കുറെ പ്രാവശ്യം കണ്ടതാണ് നിങ്ങളാ. മറന്നു പോണല്ലേ? മറന്നു. അതെയോ? ഉമ്മക്ക് ഇന്നലെ ഒരു പാട്ട് പാടി തന്നെ ഞാൻ കേട്ടായിരുന്നു കേട്ടോ. ഉമ്മക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഇന്നലെ പാടി. ഉമ്മ ഇങ്ങനെ ഇരുന്ന് ആ പാട്ട് കേൾക്കണുണ്ട്. അത് എനിക്കും ഭയങ്കരമായിട്ട് കണ്ണു നിറഞ്ഞു പോയി കേട്ടോ. ഉമ്മയുടെ കണ്ണു കാണാൻ ഞാൻ കണ്ടിരുന്നു. മോനും ഉമ്മായുള്ള ബന്ധമാ പാടി തന്നെ അല്ലേ? ആ പാട്ട് കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകൾ അറിയൂല, കരളിമ്പ പെറ്റുമ്മാനെ വാങ്ങാനൊക്കൂല, ഏറെ സഹിക്കാനും എല്ലാം പൊറുക്കാനും, ഏറെ സഹിക്കാനും ഏറെ പൊറുക്കാനും മനസ്സുറപ്പുള്ളോര് ഉമ്മ കരുണക്കടലാണ്. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർക്കം ഓർത്തോളി, മുതിപതിയാ മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളി. നിങ്ങള് ഇങ്ങനെ ഉമ്മാനെ നോക്കാത്ത കുറെ ആൾക്കാരുണ്ടാവില്ലല്ലോ, ഓലിക്ക് വേണ്ടി ഈ ഉമ്മാനെ നോക്കാണ്ട് ഉമ്മാനെ എവിടെങ്കിലും ഇട്ട് പിന്നെന്താ പറയാ അനാഥാലയത്തിലൊക്കെ കൊണ്ടിട്ടും അങ്ങനത്തെ ഒക്കെ ഒരാളെ. എൻ്റെ മക്കള് ഇതുവരെയും എന്നെ പൊന്നുപോലെ നോക്കിയത്, രണ്ടാളും. നിഷാദായാലും ഫൈസലായാലും എനിക്ക് എപ്പോൾ എന്ത് വിഷമം ഒരു വിഷമം പോലും തന്നില്ല. എനിക്ക് പല വിഷമം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ കൊണ്ട് ഒക്കെ മറിഞ്ഞു പോയി. 2 മക്കളും മറ്റേ മോളും. അതുകൊണ്ട് നിങ്ങളല്ലാത്ത ആൾക്കാർക്ക് ഇതൊരു പാടാക്കി കൊടുത്താൽ വലിയൊരു ഹൈറാണ്.
അതെല്ലാരും പറയല അങ്ങനെ അമ്മ ശേഷം വന്നപ്പോഴും പറഞ്ഞതാ ഫൈസൽഖാന്റെ ഉമ്മന്റെ ഉപ്പനെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് മനസ്സ് സന്തോഷിച്ചിരുന്നു ശേഷം പറഞ്ഞു. എനിക്ക് കുറെ വിഷമങ്ങൾ ആദ്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും പരിപാടി മക്കൾ വലുതായാലും ചെറുതായാലും തന്നെ ഒരു വിഷമവും എന്നെ ഇതുവരെ നീങ്ങിയിട്ട് അങ്ങോട്ട് എത്തുന്നു. നിഷാദും പറഞ്ഞില്ല, പൈസയും പറഞ്ഞില്ല. അതെന്തെങ്കിലും അഥവാ പറഞ്ഞിട്ടുണ്ടേ പോലും അറിയും, ഉമ്മാനോടൊന്നും പറയണ്ട, അങ്ങനല്ല ഇങ്ങനല്ല എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ തന്നെ പോലെ ഭാര്യമാരും രണ്ടാളും എന്നെ ഇതുവരെ വിഷമിപ്പിച്ചില്ല. ഇവളെന്തെങ്കിലും വിഷമിപ്പിച്ചു? ഇയാളെന്തെങ്കിലും വിഷമിച്ചില്ല? ഇയാളേതായാലും ഒരു ഭാഗ്യവതിയാണ് ഉമ്മ, ഭാഗ്യവതിയാണ്. 2-3 മക്കള്. നസീറ അങ്ങോട്ട് വന്നാല് കാല് കടഞ്ഞിരിക്കാൻ അങ്ങോട്ട് വരാം. ഇതാണ് ഫൈസൽക്കാടെ ഭാര്യയാണ് കേട്ടോ. പ്രേക്ഷകരൊക്കെ കണ്ടിട്ടുള്ളതാണ്, എങ്കിലും നമ്മുടെ കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് ഓർത്താ. മനസ്സിലായതുകൊണ്ടല്ലോ ഫൈസൽക്ക എന്നോട് അങ്ങനെ ചോദിച്ചു. ആളാരാ? മുഖം നോക്കിയിട്ട് ആരാ നോക്കുന്നത്? ഉമ്മാന്റെ തൊട്ടില്ലേ? ആയിഷുമ്മ എന്ന് പറയുന്ന എന്റെ ഉമ്മാന്റെ പേര്. ആയിഷുമ്മാന്റെ തനി ഫോട്ടോ. അല്ല, ഉമ്മയും ഇവിടെ ഷെയിം നോക്ക്, ഒന്ന് ഫേസ് നോക്ക്. അതെ, ഞാൻ അവിടെ വെച്ചും കണ്ടിട്ടുണ്ട്, ഇവിടെ വെച്ചും കണ്ടിട്ടുള്ള ഉമ്മയാണ്. ഉമ്മ ചെറുപ്പത്തില് ഇതുപോലെ തന്നെ സുന്ദരിയാണ്, ഇപ്പോൾ സുന്ദരിയാണ്. പക്ഷെ അന്നും ഇന്നും ഉമ്മ ശരിക്കും ഞാൻ ഉമ്മാനെ ചെറുപ്പത്തിൽ കണ്ടാണല്ലോ. ഞാനിപ്പോൾ മോളെ കാണുമ്പോൾ എനിക്ക് ഉമ്മാനാണ് ഓർമ്മ വരിക. കാരണം അതേ മുഖം, അതേ ചിരി, അതേ സംസാരം. എനിക്ക് 17 വയസ്സിലാണ് ഫൈസലിനെ പ്രസവിച്ചത്. 17 വയസ്സുള്ള. ഉമ്മ ഭയങ്കര സുന്ദരിയാണ്. ഒന്ന് ജാമ്യം തന്നെ, ഇതേ കളറ്, ഇതേ ഫേസ്. സുന്ദരിയാണ്. സുന്ദരി തന്നെയാണ്. അന്ന് ഭയങ്കര സ്മാർട്ടാണ്. എന്താണ് ഇതൊന്നും മിണ്ടാതിരിക്കണ? ഓള് തളർന്നു പോയി. കുറച്ച് ദിവസമായിട്ട് ഫുള്ള് പണിയല്ലേ? അല്ല, 3-4 ദിവസമായിട്ട് അല്ലേ? ഇന്നലൊക്കെ കൊറേ ദിവസമായിട്ടുള്ള തിരക്കുകളായിരുന്നല്ലോ. ഇന്നലെ രസം എന്താ വെച്ചാല് പിന്നെ ഞങ്ങള് രാവിലെ പിന്നെ ഇങ്ങനെ വരുമ്പോ പെട്ടെന്ന് കോള് വന്ന് ആരോ വരുന്നുണ്ട് പറഞ്ഞു. പിന്നെ നസീർ ചായ കുടിക്കുകയാണ്, ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഓംപ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്, കട്ടൻ ചായ പറഞ്ഞിട്ടുണ്ട്. ഈ ഓംപ്ലേറ്റ് തിന്ന് ചായയിൽ ഇത് ഫുഡ് ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ആള് വന്നിരിക്കുന്നത് പറഞ്ഞു. ഞാനൊരു ഓട്ടോ ഓടിക്കാടുന്ന് കട്ടൻ ചായ അവള് കുടിച്ചിട്ടില്ല. പിന്നെ അവള് പോയിട്ട് ഇവിടെ വന്നിട്ടാണ് പിന്നെ ഒരു ഉച്ചക്ക് ശേഷമാണ് അവള് കട്ടൻ ചായലും കുടിക്കുന്നത്. ഇപ്പൊ സന്തോഷമല്ലേ? കുറച്ച് ദിവസമായിട്ട് ഈ എവിടെയൊക്കെ ഉള്ള ആളുകൾ എല്ലാവരും ഉണ്ട്. അതിലും കൂടുതൽ എനിക്ക് സന്തോഷമായ ഒരു കാര്യം, ഞാൻ ഇപ്പൊ ഫൈസൽക്കാട് തോന്നി ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു സ്നേഹം. അത് ഫൈസൽക്ക് ഓരോരുത്തരുടെ പേര് വിളിച്ചാണ്, അങ്ങ് പുറകിരുന്നാലും പേര് വിളിച്ച ആ പേര് ഓർത്തിരിക്കുന്ന ഒരു ആള്, അത് നല്ലൊരു ഓർമ്മയാണ് കേട്ടോ ഉമ്മ. അങ്ങനെ ഉമ്മക്ക് അങ്ങനെ എല്ലാരോടും ഭയങ്കര സ്നേഹ ഫൈസലിന്. പക്ഷേ ഓന് മറ്റുള്ള കാര്യം ഒന്നും ചിന്തിക്കില്ല. ഒരാളോ എന്തെങ്കിലും ഒരു കാര്യം അവനോട് പറയാന്നുണ്ടെങ്കിൽ അതിലോന് കരഞ്ഞ് മെനക്കെടും. ഇത് പാവപ്പെട്ടവരൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ കുറേയെല്ലാം നമ്മളും അതിൽ അനുകൂലിക്കും. കുറച്ചൊക്കെ നമുക്ക് അത്ര അല്ലേ ആവും. ഉപ്പാടെ കാര്യം ഉപ്പാടെ അടുത്ത് വെച്ച് ഉപ്പാടെ കാര്യങ്ങളാണ് ഏറ്റവും എനിക്ക്. ഉപ്പാടെ മടിയിൽ ഇച്ചിരി പൈസ കൊണ്ട് എവിടെയും പോയി പൈസ എടുത്തിട്ട് വീട്ടിൽ കയറി വരുള്ളൂ എന്നാ പറയണത്. ഉപ്പ പറഞ്ഞ കഥ പറഞ്ഞു. പക്ഷെ എന്തായാലും ഉമ്മായും വാപ്പായും തന്നെ ഒരു സപ്പോർട്ട്, അത് ഇങ്ങനെ നിലനിൽക്കുന്ന അതെന്താ പറയാ, ഉമ്മ ഉപ്പ പിന്നെ ആണ് മക്കള്, അവരെ മനസ്സിൽ മക്കൾ എന്നുള്ളൊരു വിചാരമാണല്ലോ. കാരണം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നസീറാനേക്കാൾ കൂടുതൽ ഞാൻ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓടി വരും ഉമ്മയാണ്. നസീർ പിന്നെ ഓളെ ഫുഡെല്ലാം കഴിച്ച്, പക്ഷെ ഉമ്മ അറിയാം ഇനി മോൻ കഴിച്ചില്ല, പിന്നെ മറ്റേ അത് കഴിച്ചില്ല. നസീർ വന്ന് ചോദിക്കും, ചോദ്യം ചോദിക്കും, പിന്നെ ഒരു ദോശ ചോദിക്കും ഭക്ഷണം വേണോന്ന്. അപ്പം അതല്ലാണ്ട് കൂടുതൽ വന്നിട്ട് ഇങ്ങനെ തീറ്റിക്കുമ്പോണ്ടല്ലോ പെട്ടെന്ന് വയറും ചാടും കൂടുകയും ചെയ്യും. പക്ഷെ ഇപ്പം ഉമ്മ എന്നോട് ഞാൻ പറയും, ഉമ്മ എൻ്റെ ഫുഡ് ഇതാണ്, എനിക്ക് രാവിലെ ഒരു എഗ്ഗ് മതി, കുറച്ച് സലാഡും മതി, ഉച്ചയ്ക്ക് എനിക്ക് ഇത് മതി എന്നാ പറയാല്ലേ. ഫുഡല്ല ഇമ്പോർട്ടൻറ്റ്, ഫുഡ് അധികം കഴിച്ചാൽ പ്രശ്നമാണെന്ന് ഉമ്മക്കും മനസ്സിലായി. അല്ല ഫൈസൽക്കാക്ക് ഞാൻ അന്ന് കഴിഞ്ഞ തവണ ദുബായി വന്നപ്പോ കണ്ടല്ലോ ഒരു മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നും കൂടെ ചെറുപ്പമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഫുഡ് നിയന്ത്രിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല. പിന്നെ രാത്രി പേരക്കെല്ലാം കഴിക്കുകയാണെങ്കിൽ രാവിലെ നല്ല സുഖമാണ്, വയറിങ് ക്ലിയർ ആയി പോകും. ഇപ്പം കുറച്ച് ദിവസമായിട്ട് എങ്ങനെ
പിന്നെന്താ ഇത് നല്ല കാര്യല്ലേ? അല്ല അതിനകത്തൊരു ഒറിജിനാലിറ്റി എന്നാ പൈസക്ക. ഇപ്പൊ നമ്മൾ വന്ന് ഇങ്ങോട്ട് റൂമിലേക്ക് വന്നു വേറെ എവിടെയെങ്കിൽ അവര് ഒരുങ്ങണമെന്ന് പറയും, ഉമ്മയാണി ഡ്രസ്സ് മാറണമെന്ന് പറയും. ഇത് നിങ്ങളുടെ ഒറിജിനൽ ജീവിതമാണ് ഈ കാണിക്കുന്നത്. അതുപോലെ ചോദിച്ചെന്താ അറിയാ, രാത്രി പേരക്ക കഴിച്ചാൽ വയറ് ക്ലിയർ ആവുന്നു, പപ്പായ കഴിച്ചാലൊക്കെ അതൊക്കെ നല്ല കാര്യല്ലേ? അത് ഞാൻ കേട്ടില്ല കേട്ടോ. അത് കേട്ട് പറഞ്ഞ എന്താ പറയുന്നത്, നല്ല കാര്യല്ലേ ഇത്? സന്തോഷമല്ലേ? പുതിയ വീടൊക്കെ വെച്ച് എല്ലാവരുമായിട്ട് കണ്ട്. ഈ ഫൈസൽക്ക എന്ന് പറഞ്ഞ ഭർത്താവിനെ കുറിച്ച് ഒരഭിപ്രായം പറഞ്ഞേ. എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞു? നല്ലൊരു ഹസ്ബൻഡാണ്. പറഞ്ഞോ, ഇനി എന്താ കുറ്റണ്ട് പറഞ്ഞോ? എന്തുവേണേലും പറഞ്ഞോ. അതെ അതെ. ഫൈസലോളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം ചെയ്യില്ല. അല്ല അത് അല്ല പറഞ്ഞ നല്ലൊരു ഭർത്താവെന്ന് പറഞ്ഞു. ദേഷ്യപ്പെടാറുണ്ടോ? ദേഷ്യം ഇടക്ക് ഇപ്പോൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ ദേഷ്യപ്പെടാറില്ല. ഒന്നുമില്ല. ഭക്ഷണത്തിൽ എന്തെങ്കിലും വാശിയുണ്ടോ? ഇല്ല, അതൊന്നുമില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? ഇഷ്ടപ്പെട്ട ഭക്ഷണം എഗ്ഗാണ് ഇപ്പം കഴിക്കല്. പിന്നെ ബിരിയാണി ഇഷ്ടമാണ്. ബിരിയാണിയൊക്കെ ഇഷ്ടമാണ്. ഫൈസൽക്ക ടയർ ഒത്തിരിയും ചിക്കൻ കറി അത് ഏറ്റവും ഇഷ്ടം. അതൊക്കെ ഉണ്ടാക്കി കൊടുക്കൂലേ? എല്ലാം കുക്ക് ചെയ്ത് കൊടുക്കും. ദുബായിൽ നിൽക്കണാണ് ഇഷ്ടം കൂടുതൽ, നാട്ടിൽ നിൽക്കണാണ് ഇഷ്ടം? ഇപ്പം ദുബായിൽ നിൽക്കുന്ന ഇഷ്ടം. അതല്ലേ? പക്ഷെ നല്ല ഒരു നിഷ്കളങ്കയായിട്ടുള്ള ഒരു പെൺകുട്ടി കേട്ടോ, വെരി ഇന്നസെന്റ് ഗേളാണ്. നമ്മൾ എത്രയോ പ്രാവശ്യം വളരെ ഹൃദയ വിശാലതയുള്ള ആളാണ്. ചിരിച്ച മുഖമല്ലാതെ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ല. എന്തെങ്കിലും തമാശ പറഞ്ഞ അങ്ങനെ ചിരിക്കുന്നല്ലാണ്ട് അത് ഇഷ്ടം, തമാശ പറയുന്നത് ഇഷ്ടം. ഫൈസൽക്ക നമ്മള് സ്റ്റേജിൽ നിൽക്കുന്ന ഇങ്ങനെ കാണും, അത് ഞങ്ങള് തമാശ നിൽക്കണം. സ്റ്റേജ് ചെയ്യുന്നത് കുറച്ച് കഴിയുമ്പോൾ കാണില്ല, എവിടെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോകും. ഇപ്പൊ അവിടെ നിന്നോളൂ, മാപ്പച്ചിക്ക് അതിനുള്ള പവറില്ല. എനിക്ക് ഞാൻ ഒന്നും അങ്ങോട്ട് നടന്നിട്ട് വരാന്ന് എന്തെങ്കിലും കഴിക്കാൻ പോയി. ഇന്നിപ്പോ എന്തെങ്കിലും കഴിച്ചാ? നല്ല ഗീ റൈസ് കഴിച്ചു. പിന്നെ ഗീ റൈസ് കഴിച്ചു, രാവിലെ പുട്ട് കഴിച്ചു. പിന്നെ സമയമാകുന്നല്ലോ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ചുമ്മാ ഒന്ന് വീടൊക്കെ കണ്ട് ഇതൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ട. അപ്പം ഉപ്പായും എല്ലാവരും പറഞ്ഞ മക്കളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 5-6 ദിവസമായിട്ട് ഇവിടെ കിടന്നൊരു ഓട്ടമായിരുന്നു. അപ്പോൾ എന്ത് തോന്നുന്നു ഈ സമയത്ത്? ഇപ്പൊ ഒന്ന് റിലാക്സ് ചെയ്യാൻ തോന്നുന്നു. 6 ദിവസമായല്ലോ, ജസ്റ്റ് ഒന്ന് ഉറങ്ങി റിലാക്സ് ഒക്കെ ചെയ്ത് ഈ വ്യൂ ഒന്ന് എൻജോയ് ചെയ്യണം. ഇതുവരെ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ശരിയാണ് ഈ പറഞ്ഞത്, ഇതുവരെ അങ്ങനെ വ്യൂ ഒന്നും കാണാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ അൽഹംദുലില്ലാഹ് പോട്ടെ. അല്ല ഈ മുത്തുമോനെ കണ്ടില്ല? അത് അവിടെ ഇടയ്ക്ക് ഓടി വന്നോളൂ. ഇതുപോലെ ഒരു മരുമോനെ കിട്ടിയിട്ടുണ്ടല്ലോ, എന്റെ മഹാഭാഗ്യ. ഇന്നലെ ഞങ്ങള് ലാസ്റ്റ് കയറി ഡാൻസ് കളിപ്പിച്ചിട്ട് ഞങ്ങൾ വിട്ടു അല്ലേ? ശരിയല്ല, ചെറുതായിട്ട് കളിച്ചു. നമ്മൾ ലാസ്റ്റ് കലാശക്കുട്ടിന് അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്. ഇതാണ് ഫൈസൽക്ക അക്ക് വാപ്പ പറഞ്ഞല്ല, ഇതാണ് നിങ്ങളുടെ ഒരു വിജയം എന്ന് പറയണം. ഉറപ്പല്ലേ? ഈ 2 കരുത്തന്മാരായിട്ടുള്ള 2 മക്കളുള്ളപ്പം ഒരു വാപ്പ എന്നുള്ള രീതിയിൽ വലിയൊരു കരുത്താണ്. കാരണം വിളിച്ചു ചോദിക്കും, സ്നേഹിക്കും, എന്തിനും തയ്യാറാണ്. ഒരു സിനിമക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഓനടിക്കാം. ഞാൻ സിനിമ കാണുന്ന ആളാണ്, സത്യം പറഞ്ഞ സിനിമ നമുക്കറിയാലോ. അതുപോലെ ഞാൻ എടുക്ക് പവാസ് എടുത്തു തരും. പവാസിന്റെ കൂടെ ആ സിനിമക്ക് പോകും, മോളെ കൂടെ. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ മോളെ ഒന്ന് നോക്കുന്നുണ്ട്. കാരണം മുപ്പറ ജോബ് കഴിഞ്ഞാൽ അവളെ കൂടെ തന്നെയാണ്. മുപ്പറക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ ഭാര്യൻ്റെ കൂടെ തന്നെയാണ്. ടൂറ് പോവും. ഇപ്പോൾ എത്ര ടൂറ് പോയിട്ടുണ്ടാവും? ഒരു വർഷം തന്നെ 4-5 പ്രാവശ്യം ടൂറ് പോകും. ഇനിയിപ്പം എന്ത് ചെയ്യാണ് അറിയാൻ വേണ്ടി എനിക്കറിയാമെങ്കിലും ദുബായിൽ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ബിസിനസ്സാണ്, ഫാമിലി ബിസിനസ്സാണ്. ഉപ്പയും അനിയന്മാരും കൂടി സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ്. അതിപ്പോൾ നമ്മൾ സെക്കൻഡ് ജനറേഷൻ നോക്കണം. അല്ല അത് തന്നെയല്ലേ ഇവിടെ ഏൽപ്പിച്ചു കൊടുത്തേക്കല്ലേ? അതിവിടെ ഇങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തേക്കല്ലേ? കോസ്മോസ് സ്പോർട്സും കാര്യങ്ങളൊക്കെ ബീഫ് ഹബ് അവരൊക്കെ നോക്കുന്നു. ഹാപ്പി ആയിട്ട് ഇങ്ങനെ പൈസൊക്കെ പറഞ്ഞ പോലെ ഇടവും വലവും നിൽക്കാൻ 2 മക്കള്. ഓനോട് ചോദിക്കേ, എന്നെ കുറിച്ച് ചോദിക്കേ, പ്രവാസിനോട് ചോദിക്കേ. അല്ല അതിലൊരു കാര്യം ഞാൻ മൈക്കുടിച്ചേ, അളിയൻ തന്നെ ചോദിക്കട്ടെ, അളിയന്മാരെ നിങ്ങൾ ചോദിക്കട്ടെ. ഞാൻ അതിന്റെ സോറി പറഞ്ഞോളൂ. വാപ്പാനെ കുറിച്ച് പറയാൻ എനിക്കങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും ഏകദേശം ഇൻസ്റ്റഗ്രാമിൽ എല്ലാവർക്കും അറിയാം. ശരിയാണ്. അപ്പോ നല്ലൊരു ഞാൻ പറയുന്നതല്ലേ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അറിയുന്നത് ചില ജനങ്ങൾ കാണുന്നതാണ്. പക്ഷെ നിങ്ങളെ 2 വാപ്പനെ കുറിച്ചിട്ടുള്ള ഉള്ളിൽ നിന്നുള്ള അഭിപ്രായം അറിയാം. കാരണം എന്തെങ്കിലും പോരായ്മകളുണ്ട് ഇപ്പം പറഞ്ഞു, ഞാൻ തിരുത്തിക്കോളാം, വാപ്പ തിരുത്തിക്കോളാം. പോരായ്മകൾ അതെല്ലാ മനുഷ്യന്മാരും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ബട്ട്
കുറവുകളിലേക്ക് കൂടുതൽ പോസിറ്റീവ് പോസിറ്റീവാണ് ഞാൻ കണ്ടിട്ടിരിക്കുന്നത്. ആൾക്കാരെ ചേർത്ത് പിടിക്കാനും ആൾക്കാരെ തമ്മിൽ ബന്ധിപ്പിക്കാനും ഒക്കെ വാപ്പാനെ പോലെ കഴിവുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതാണൊരു മെയിൻ പ്ലസ് പോയിന്റ്. പിന്നെ നമ്മളൊക്കെ ഭയങ്കര സ്നേഹമാണ്, എന്തിനും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അതന്നെ. ഓപ്പണായിട്ട് പറയൂലേ? ഓപ്പണായിട്ട് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ മൂന്നാളും കൂടിയാൽ ഞങ്ങൾ മണിക്കൂറുകളോളം ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യും. ഒരു തീരുമാനം എടുക്കുമ്പോൾ അല്ലേ? തീരുമാനം എടുക്കുമ്പോഴല്ല, ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ബാപ്പാം മകൻ എന്നുള്ള സ്ഥാനത്തല്ല, ഒരു ഫ്രണ്ട്സും മാതിരിയാണ്. കാരണം നമ്മളെല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യും. അതാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു മുന്നോട്ടുള്ള യാത്രയ്ക്ക് സുഖമാകുന്നത്. ജാസിമായിട്ടുണ്ടെങ്കിൽ ജാസിമിന് എന്തെങ്കിലും ചെറിയൊരു കാര്യം ഉണ്ടെങ്കിലും അത് എൻ്റെ അടുത്ത് വന്നിട്ടാണ് ഷെയർ ചെയ്യുക. പാപ്പ അങ്ങനെ ഉണ്ട്, ഞാൻ പറയും മോനെ ഒന്നുമില്ല, പ്രശ്നമില്ല, ബിസിനസിൻ്റെ കാര്യമാണ് കേട്ടോ. കൂളാക്കി വിടും. കൂളാക്കിയല്ല, നമുക്കത് നേരിടാൻ, അതായത് ബിസിനസ്സിൽ ഇപ്പോൾ ക്രൈസിസ് വരും, അതെല്ലാം വരും. അത് കൂളായിട്ട് നമ്മളത് ധൈര്യത്തോടെ പ്രവാസിനാളും വരും, നമ്മൾ ഓപ്പണായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാറുണ്ട് വളരെ പോസിറ്റീവായിട്ട്. ഇവിടെ നിന്നൊരു വ്യൂ കണ്ടിട്ട് പോവാം അല്ലേ? മനോഹരമായ കാണും. ഷോക്സ് ഇട്ടുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി ഒത്തിരി നിൽക്കാമല്ലോ. മഴ അങ്ങോട്ട് കോട നോക്കും, അത് നോക്കും. മഴയുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് പിള്ളേരൊക്കെ ഉണ്ട്. ഇങ്ങനെയൊന്നും ആരും ചെയ്ത് നമ്മൾ വീട് കാണിക്കാനൊന്നുമല്ല നമ്മൾ വന്നേക്കണം. നമുക്ക് ഫാമിലിയെ കാണിക്കാൻ പറ്റി. ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഫാമിലിന്ന് ഇങ്ങനെ ഒന്ന് നമ്മൾ ഇമോഷണലായിട്ട് എവിടെയും നമ്മൾ സംസാരിച്ചില്ല. ഇമോഷണൽ ടോക്കിന് വാല്യൂ ഉണ്ട്. കാരണം ഈ ഫാമിലി ഒരുമിച്ച് ഇമോഷണലായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു സുഗന്ധം ഉണ്ടല്ലോ, അത് ഹാർട്ട് ഫിൽട്ടർ ചെയ്യും. അത് ഹാർട്ട് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ടാകുന്നൊരു മനസ്സിൻ്റെ ഒരു സന്തോഷമാണല്ലോ. നമ്മൾ വേണ്ടി എത്ര ഉറങ്ങിയില്ലെങ്കിലും നമ്മൾ ഇതുപോലുള്ള ടോക്കുകൾ ഉണ്ടെങ്കിൽ നമ്മളിവിടെ സുന്ദരമാക്കും. പിന്നെ ഫൈസൽക്ക് വേറൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്. ഫൈസൽക്ക് ഒരു സുഹൃത്ത് പോലെ ഞാൻ എപ്പോഴും, നിങ്ങൾ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, എവിടെ നിങ്ങൾ ഒന്നിച്ച് കാണാറുണ്ട്. അങ്ങനെ ആ സുഹൃത്ത് പോലെ ഞാൻ എല്ലാ പരിപാടിക്കും നിങ്ങൾ ഫൈസൽക്ക വേറൊരു സ്ഥലത്ത് പോകുകയാണെങ്കിലും ആ സുഹൃത്തുക്കളുണ്ടാവും. ഇപ്പോൾ ഫൈസൽക്കാടെ വീട്ടിലാണെങ്കിലും ആ സുഹൃത്തുക്കളെ ഞാൻ എല്ലാ ദിവസവും കാണുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്, ആ ഹൃദയം സൂക്ഷിക്കുന്ന സുഹൃത്തുക്കൾ. അവരെ ഒന്ന് ഓർത്തെടുത്തേ. എല്ലാവരും സുഹൃത്തുക്കളാണ്, പക്ഷെ എല്ലാവരും ഉണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ 24 മണിക്കൂർ നിൽക്കുന്ന മർജാന്, ഹബീബ്, അതാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. കാരണം നമ്മളെ കൂടെ ഫുൾ ടൈം ഉണ്ട്. നമ്മളെ കൂടെ അവരെ നമ്മളെ സുഹൃത്തുക്കളായിട്ട് കണ്ടില്ലെങ്കിൽ അവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. നമുക്കൊരു ആപത്ത് വരുമ്പോൾ അവരാണ് ഉണ്ടാകുക. ഇപ്പോൾ അമീർ, പറയുന്ന റഷീദ്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളെ സോഷ്യലൈസിങ്ങും നമുക്ക് റിലാക്സിങ്ങും നമ്മളെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നമുക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്. അത് നല്ലറ ശംസുദ്ദീൻ നമുക്ക് ദുബായിൽ നല്ലൊരു സുഹൃത്താണ്. അതുപോലെ കുറേ നല്ല സുഹൃത്തുക്കളുണ്ട്. പിന്നെ നമ്മളെ IPL കുറേ ഫ്രണ്ട്സ് ഉണ്ട്. റിയാസ് കിൽട്ടൺ, ഷാഫിക്ക് എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. നമുക്കൊരു പെട്ടെന്നൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് ഷാഫിക്ക അൽ മുർഷിദ്. മൂപ്പർ അപ്പം ഒരു മരുന്നായിട്ട് അടത്തും. ഞാൻ ഒരിക്കലും വയറ് വേണ്ടെന്ന് പറയുമ്പോഴത്തേക്കും മൂപ്പർ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നല്ലൊരു പച്ച മരുന്ന് മൂപ്പറെ ഭാര്യനെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും. അപ്പം തന്നെ കഴിച്ച് മാറിപ്പോയി. നമുക്ക് പിന്നെ നമ്മളെ വലിയ ലൈഫിൽ നമുക്ക് ഇഷ്ടമായ സുഹൃത്തുക്കൾ കിട്ടും. ഒരു വേദന വരുമ്പോൾ ഉള്ള ആളാണ് ഞാൻ പറഞ്ഞ ഷാഫിക്ക. അവരെ ഷംസു നെല്ലറിയൊക്കെ നല്ലൊരു ഇതാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല, അദ്ദേഹം ടൂറിലായതുകൊണ്ടാണ്. പക്ഷേ അയാളുടെ മനസ്സിവിടെ ഉണ്ട്, എനിക്കറിയാം. 17-ാം തീയതി തിരിച്ചു വരുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് സുഹൃത്തുക്കളുണ്ട്. ഷാജിയൊക്കെ അവനെ നന്നായി നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ബിസിനസ്സുകാരനായിട്ടുണ്ട്. ആ ഉള്ളിലുണ്ട് സ്നേഹം. ഇപ്പം തിരക്കായിരിക്കും, നമ്മൾ വരുമ്പം വിളിച്ചാൽ ചിലപ്പം കിട്ടിക്കൊള്ളണമെന്നില്ല. എല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ മാറൂഫ്, ഷക്കീർ, ബിസിനസ് ക്ലബ്ബ് ഉണ്ടാക്കുമ്പോൾ ഞാനൊക്കെ അത്രയും എഫേർട്ട് എടുത്തിട്ട് ഉണ്ടാക്കിയാണ്. അന്ന് ബിസിനസ് ക്ലബ്ബ് തുടങ്ങുന്ന സമയത്ത് ഇന്നിപ്പം 10-300 വലിയൊരു സംഭവമാണ്. ഒരു 12-13 കൊല്ലം വിട്ട് 10-15 കൊല്ലമായി തോന്നുന്നു. അന്ന് നമ്മളെടുത്തൊരു എഫേർട്ട് ഭയങ്കര. അന്ന് രവി പിള്ളനെ ഉദ്ഘാടനത്തിന് വിളിച്ച്, രവി പിള്ള അന്ന് എന്തോ വരാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ മകൻ വന്നിട്ടാണ് ഉദ്ഘാടനം. അതൊക്കെ ഞാനാണ് അന്ന് ഓർഗനൈസ് ചെയ്തത്. അന്ന് ഏകദേശം ഒരു 10-15 സെലിബ്രിറ്റീസ് നമ്മൾ കൊണ്ടുവന്നിരുന്നു. എന്ത് സാധനവും ആൾക്കാരിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ അത് പുറത്തേക്ക് ഇങ്ങനെ കാണണം, അല്ലാണ്ട് ആൾക്കാരൊക്കെ അട്രാക്ട് ചെയ്യൊന്നുമില്ല. എന്താണ് അഭിപ്രായം? ശരിയാണ്.
ആൾക്കാർക്ക് അട്രാക്ട് ചെയ്യും. ഐ പി ആണെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് ഫ്ലറിഷ് ആവണം, ജനങ്ങളിലേക്ക് കയറിയാലേ സാധനം അട്രാക്റ്റ് ആവുള്ളൂ. അല്ല, ഫൈസൽക്ക് എപ്പോഴും പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ജനങ്ങളെ അറിയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. കാരണം അത് അറിഞ്ഞാലേ ഉള്ളൂ ആ മറ്റുള്ളവർക്ക് പ്രോത്സാഹനമാവുള്ളൂ. അതായത് നമ്മളൊരു പരിപാടി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കോപ്പി ചെയ്യാൻ നമ്മൾ മറ്റുള്ള ആൾക്കാരെയും കോപ്പി ചെയ്യാൻ പറ്റണം. അതാണ് ഇൻസ്പയറിംഗ് എന്ന് പറയുന്നത്. നിങ്ങളെ നല്ല സാധനങ്ങൾ എനിക്ക് എടുക്കാൻ പറ്റും. ഞാൻ KC ബാബുവിൻ്റെ നല്ല സാധനം ഞാൻ കോപ്പി അടിച്ചിട്ടുണ്ട്. ഇത് KC ബാബു മുപ്പറ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഗസ്റ്റിൻ്റെ കൂടെ വന്ന ഡ്രൈവറും ആരോ ഉണ്ടോ എന്ന് നോക്കും, മുപ്പറ സെക്രട്ടറിമാരെ ഉണ്ടോ നോക്കും. അവരെ ആദ്യം പോയി നോട്ട് ചെയ്തിട്ട് അവർക്ക് ആദ്യം ചായ കൊടുക്കും. നേരത്തെ പറഞ്ഞ പോലെ അത് ഞാൻ കോപ്പി അടിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല സാധനം നമുക്ക് എടുക്കാമല്ലോ. അതെ അതെ അതെ, അത് ശരിയാണ്. എടുത്തൂടെ? പിന്നെ അത് എടുക്കുന്ന ഒരു തെറ്റുമില്ല. പിന്നെ ഞാൻ ഷംലാലിൻ്റെ അടുത്ത് നിന്ന് കുറേ കോപ്പി ചെയ്തു. ഷംലാൽ നല്ല ഗിഫ്റ്റിങ്ങിൻ്റെ ആളാണ്. ഏത് മലബാർ ഗോൾഡ് ഷംലാൽ. ഓനെന്താ വെച്ചാൽ വരുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കും. പിന്നെ യൂസഫ് അലിക്ക് അതിൻ്റെ ആളാണ് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. കുറച്ച് ഞാനും കോപ്പി ചെയ്തിട്ടുണ്ട്. എൻ്റെ അത്ര പൈസ എൻ്റെ കയ്യിലില്ല, പക്ഷെ ഞാനത് ചെറിയ രീതിയിൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അത് എനിക്ക് അവരുടെ അടുത്ത് കിട്ടിയത് ഇങ്ങനെ കോപ്പി ചെയ്യാലോ. നല്ല സാധനം നമ്മൾ എടുക്കുന്നത്, നല്ല സാധനം നമുക്ക് എടുക്കാമല്ലോ. നല്ല സാധനം നമുക്ക് എടുക്കുന്നതിന് എന്താ? എൻ്റെ അടുത്ത് നല്ല സാധനം ഉണ്ടായി, നീ എടുത്തോ. എനിക്ക് അത്രേ ഉള്ളൂ. നീ എടുത്തോ. ഫൈസൽ ഖാൻ വിളിച്ചതിൽ എല്ലാവരും ഒന്നും എനിക്ക് തോന്നുന്നത് കണ്ടത്. അതിൽ എനിക്ക് അത്ഭുതപ്പെടുത്തിയ ഒത്തിരി ആളുകൾ, നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആളുകൾ വന്നിട്ടുണ്ട്. ബിസിനസ്സുകാരുടെ ഒരു എണ്ണത്തിൽ അഷ്റഫ് വന്നിരിക്കുന്നു, മുഹമ്മദ് അലിക്ക വന്നിരിക്കുന്നു. എനിക്ക് മുഹമ്മദ് ഞാൻ വിളിച്ചു. മുഹമ്മദ് ഗൾഫാർ മുഹമ്മദ് ഞാൻ വിളിച്ചപ്പോൾ അയാൾ ഭയങ്കര ബിസിയാണ്. ഇപ്പോൾ ടൈറ്റ് ഷെഡ്യൂളിലുള്ളത്. മുപ്പർക്ക് ഒരു ദിവസം 15-ാം തീയതി മാത്രം എന്തോ ഒരു ഒഴിവുണ്ട്. അതിൽ പിടിച്ചു കയറിയിട്ട് മുഹമ്മദ് പറഞ്ഞു, മുഹമ്മദ് നിങ്ങളെ പ്രസൻസ് എന്ന് പറയുന്നത് എനിക്കൊരു ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കഴിഞ്ഞാൽ അതെനിക്ക് വല്ലാത്തൊരു ഊർജ്ജമെന്ന് പറഞ്ഞു. കാരണം നമ്മളെ റോൾ മോഡലാണ് മുഹമ്മദ് ആയാലും യൂസഫ് അലിക്കായാലും ആസാദ് ഡോക്ടറായാലും ഡോക്ടർ ഷംസീറൊക്കെ ആണെങ്കിൽ അവർ സമൂഹത്തിൽ തിളങ്ങി വിജയിച്ച ആൾക്കാരാണ്. അവർ നമ്മളെന്ന് റോൾ മോഡലിലേക്ക് കാണണം. അംബാനി ആണെങ്കിലും അദാനി ആണെങ്കിലും അവരൊക്കെ നമ്മൾ റോൾ മോഡലാണ്. അവരുടെ അടുത്തേക്ക് അവരെ പോലെ തന്നെ ആകണമെന്നുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാവും. അതിന് കുറ്റം പറയാൻ പറ്റില്ല. അവരെന്തുകൊണ്ട് അവരെ സമൂഹത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ആൾക്കാരാണ്. അതുപോലൊക്കെ നമുക്ക് എത്തിപ്പെടണമെങ്കിൽ അവരെ നമ്മൾ റോൾ മോഡലിൽ കണ്ടേ പറ്റുള്ളൂ. അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കോപ്പി ചെയ്യൂലേ? പിന്നെ അതിനാണ് അങ്ങനെ അവരെല്ലാവരും എത്തി. പിന്നെ അഷ്റഫ് വന്നു, ഉമാലിക്ക വന്നു, പിന്നെ കോൺഫിഡൻറ്റ് റോയി ഞാനൊരു അടുത്തത്. റോയി കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് റോയിനെ നമ്മളിങ്ങനെ മോഹൻലാലിൻ്റെ ഒക്കെ പരിപാടിയിൽ മുപ്പർ അടുത്ത് വന്നിരിക്കും. ഫൈസൽ സുഖാണല്ലോ, ഞാൻ അങ്ങോട്ട് ലോയിട്ട വന്നൊന്ന് ബഹുമാനിക്കും. മുപ്പർ അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ അടുത്ത് കുറേ അങ്ങോട്ട് അടുത്ത് മുപ്പറ വീട്ടിൽ പോയി. പിന്നെ മുപ്പറ നമ്മളെ പരിപാടിക്ക് വന്നു. അപ്പം നമ്മൾ ആരാന്നുള്ളത് പുള്ളിക്ക് റിയലൈസ് ചെയ്തു. നമ്മൾ അത്ര നല്ല വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് തോന്നിയോണ്ടാണ്, അദ്ദേഹം മനസ്സിലായതുകൊണ്ടാണ് വന്നത്. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മളത് തിരിച്ചതിൻ്റെ ഡബിൾ അങ്ങോട്ട് കൊടുക്കും. നമ്മളൊക്കെ ആരൊക്കെ നമ്മുടെ അടുത്ത് സപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ ഡബിൾ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി. നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ലേ? പിന്നെ കിട്ടുന്നത് ആ സ്നേഹം കൊണ്ടല്ല നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇത്ര ദിവസം നമുക്കും ഒത്തിരി പരിപാടികളുണ്ട്, നമ്മൾ ചെയ്ത പരിപാടികളൊക്കെ മാറ്റി വെച്ച് ഇവിടെ വന്നിരിക്കുന്നില്ല. ആ സ്നേഹം തിരിച്ചു കിട്ടുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പല ആൾക്കാർക്ക് പല അഭിപ്രായമായിരിക്കും. ഞാൻ നോക്കുന്നത് എൻ്റെ അടുത്ത് എങ്ങനെയാണ് അലി നിൽക്കുന്നതെന്ന്. അതിനെ കുറിച്ച് പല അഭിപ്രായം ഉണ്ടാവും. അല്ല, എന്നെ കുറിച്ച് അലിക്ക് പല അഭിപ്രായം. പക്ഷെ നമ്മൾ തമ്മിൽ എങ്ങനെയാണ് നിൽക്കുന്നത് ഞാൻ നോക്കുന്നത്. എൻ്റെ അടുത്ത് വന്ന് പറയും പിന്നെ ഓൻ്റെ അടുത്ത് പോകണ്ട, അത് ഞാൻ എടുക്കില്ല. അലി എന്നോട് അങ്ങനെ നിൽക്കുന്നത്, അതുപോലെ അത് തിരിച്ചു ഞാൻ കൊടുക്കും. ആ അഭിപ്രായത്തിൽ നമുക്ക് സ്വയം ഒരു അഭിപ്രായം ഉണ്ട്. ഇപ്പം മർജാനെ കുറിച്ച് എനിക്ക് സ്വയം അഭിപ്രായം. അലിൻ്റെ അഭിപ്രായം ഞാൻ എടുക്കണമെന്നില്ല. ഞാൻ മർജാനെ കൂട്ടി നടക്കുന്നത് മർജാൻ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. 100%. ഹബീബും അങ്ങനെയായിരുന്നു. ഹബീബ് അങ്ങനെയാണ്, റഷീദ് അങ്ങനെയാണ്. ഇവരെല്ലാം ഇവരെല്ലാം ഉയരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാണ്. ഇപ്പം ഹബീബ് ബിസിനസ്സുകാരനാണ്. ഹബീബ് എൻ്റെ കല്യാണത്തിന് ഇപ്പം ഒരു 10 ദിവസം അതിന് മുപ്പറ ബിസിനസ് കോൺസെൻട്രേഷൻ വിട്ടിട്ട് അങ്ങോട്ട് വന്നത്. അതെന്തുകൊണ്ടത് സ്നേഹമാണ്. നമ്മൾ അന്ന് മോൻ്റെ കല്യാണം നടക്കുമ്പോൾ ഫൈസൽക്കാട് കൂടെയായിരുന്നു. അതിന് പിന്നീട് വരുമ്പോൾ ഫൈസൽക്ക അവൻ ഇൻഡിപെൻഡൻ്റ് ആയി എന്നുള്ള സന്തോഷം എന്നോട് കാണിച്ചാണ്. ഹബീബ് ഇൻഡിപെൻഡൻ്റ് ആയി. ഞാൻ എത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ, എനിക്കറിയാമല്ലോ. ഞാൻ എൻ്റെ വർക്ക് വന്ന് കൊടുക്കുന്നുണ്ട്. അതെ എനിക്കറിയാമല്ലോ. നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അതിനുശേഷം മർജാൻ തന്നു. മർജാൻ അതുപോലെ തന്നെ കൂടെ യാത്ര ചെയ്യുന്നു. ഒരാൾ പോയാൽ എൻ്റെ ആഗ്രഹം മർജാൻ ഇതുപോലെ തന്നെ ഒരു വലിയ ലെവലിൽ എത്തണമെന്നാണ്. അതിനുള്ള കഴിവുണ്ട്. അതെ, മർജാനിൻ്റെ ഏറ്റവും ആഗ്രഹം വെച്ചാൽ ഓനൊരു സെലിബ്രിറ്റി മാനേജ്മെന്റ്, ഒരു ഇൻഫ്ലുവൻസർ കാണുമെന്ന് അവൻ്റെ ആഗ്രഹം.
ഒന്നതാവുന്നതിന് നമുക്ക് പിന്നെ നമുക്ക് സന്തോഷമുള്ളൂ. എന്താണെങ്കിലും കുഴപ്പമില്ല. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർ നമ്മുടെ അടുത്ത് പോകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്ത ആൾക്കാർക്ക് നല്ല രീതിയിൽ കൈമാറി അത് ഹാൻഡ് ഓവർ ചെയ്യണം. അവർ തന്നെ കണ്ടെത്തി നല്ലൊരാളെ ഹബീബ് തന്നതുപോലെ. അതുപോലെ അല്ല, അതാണ് എൻ്റെ ഉദാഹരണം. ഹബീബ് അങ്ങനെ നല്ല ആളെ തന്നിട്ടാ പോയി. അത് കറക്റ്റാണ്. മർജാൻ പറഞ്ഞാൽ പോകാനുള്ള പരിപാടി ഉണ്ടെന്ന് എനിക്ക് തോന്നണം. അല്ല, അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ അത് നല്ല രീതിയിൽ തന്നെ ഒരു സെൻഡ് ഓഫ് ആയിട്ട് തന്നെ വിടും. അതല്ല പുള്ളിക്ക് എൻ്റെ കൂടെ തന്നെ നിൽക്കണമെങ്കിൽ പുള്ളിക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത് നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ പുള്ളിക്കും അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവും. ഒന്നും കൂടെ ഹൈപ്പാക്കി കൊടുക്കും നമ്മൾ എല്ലാ കാര്യത്തിലും. നമ്മൾ ഹൈപ്പാക്കുന്നില്ലേ? ഉണ്ട്. അല്ല, ഒന്നും കൂടെ പോവാ. ഇനിയും നിൽക്കുമ്പോൾ ഓന്റെ കല്യാണത്തിന് മർജാൻ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഒരു കുട്ടിയായിട്ട് അവര് അറിയാലോ, അവരിഷ്ടത്തിലായിരുന്നു. അവന്റെ പിന്നെ അവന് പേടിയായിരുന്നു ഫാദറിനോട് കല്യാണം കഴിഞ്ഞു. ഞാൻ പോയി സംസാരിച്ച് ഞാൻ പറഞ്ഞു നല്ല മോനാണ്, നല്ല കുട്ടിയാണ്, നിങ്ങളെ കുട്ടി കഷ്ടപ്പെടില്ല, സാമ്പത്തികമായി നിങ്ങളെ കുട്ടി കഷ്ടപ്പെടില്ല, ഞാൻ ഉള്ളിടത്തോളം കാലം അത് ഞാൻ ഗ്യാരണ്ടി ചെയ്തതാണ്. അപ്പൊ അതിനുശേഷം അയാൾക്കൊരു കോൺഫിഡന്റ് കൂടിയിട്ടുണ്ട്. അയാളെ കല്യാണത്തിനുണ്ടായല്ലോ ഇവിടെ, ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് നിങ്ങളെ കുട്ടി എനിക്ക് കഷ്ടപ്പെടുത്തില്ല എന്നുള്ള ഞാൻ ഒന്ന് ഗ്യാരണ്ടി തരാന്ന്. അത് ഗ്യാരണ്ടി അതാണല്ലോ ഏറ്റവും നമ്മളടുത്ത് ഇന്ന രീതിയിലുള്ള ഫിനാൻസ് ബെനിഫിറ്റ് ഓൻ ഉണ്ട് എന്നുള്ളതും പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ കൊടുക്കുന്നു. അതിന് കൂടുതലാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഫൈസൽക്കായി മനസ്സ് തന്നെ ഫൈസൽക്കായി ഇവിടം വരെ എത്തിയിരിക്കുന്നു. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഫൈസൽക്കാരുടെ കൂടെ ഇങ്ങനെ കുറേ ദിവസം അവിടെ നിൽക്കാനും. ഇങ്ങനെ ഞാനൊരു ഹോം ടൂർ. പിന്നെ വേറൊരു കാര്യം, നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കുള്ള ഗുണം എന്ന് അറിയാം, വലിയൊരു നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്. മർജാൻ്റെ കല്യാണത്തിന് മർജാന് അത്രയും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ടീമിൻ്റെ അടുത്ത് നിന്നൊക്കെ വലിയ ഓൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഓന് പൈസ ബാക്കിയായിരുന്നു അവനെ കല്യാണം കഴിഞ്ഞിട്ട്. മനസ്സിലായി. കാർ വാങ്ങിയില്ലേ? അതെ. ഇവിടെ വെച്ച് നമ്മൾ കൊടുത്ത് കൈമാറിയില്ലേ? ഇവിടെ വെച്ചാലോ കൈമാറുന്നത്. അതും ഒരു സന്തോഷമാണല്ലോ. ഫൈസൽക്കാരുടെ വീട്ടിൽ കയറി താമസിക്കുന്നു, അവനൊരു കാർ വാങ്ങാൻ പറ്റുന്നു, അത് ഇവിടെ വെച്ച് തന്നെ കൈമാറുന്നു. അത് ഫൈസൽക്കാ വേണമെന്നല്ല, അവനോട് ഇഷ്ടം വരുന്നു. ആ സ്നേഹബന്ധം എന്നും കാത്തു സൂക്ഷിക്കേണ്ട ആളാണ് ഫൈസൽക്കാരെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ കേൾക്കുകയാണ് ആദ്യം, പിന്നീട് ഞാൻ അനുഭവിച്ച ആളാണ്. ആ അനുഭവമാണ് എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ഈ വീട്ടിൽ. ഇനിയും അങ്ങോട്ടുള്ള യാത്ര നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. ധാരാളം മതി.